വേട്ടക്കാർ അധ്യായം 41. പ്രാണൻ പറഞ്ഞു പോകുന്നവന്റെ അവസാനത്തെ അലർച്ച. കരിങ്കാളി ചോരയൊലിക്കുന്ന വാളുയർത്തി. ഇനി അറ്റി വീഴാൻ പോകുന്നത് നിന്റെ നാക്ക. അറ്റുപോയ വലതു ചെവിയുടെ ഭാഗത്ത് കൈ അമർത്തുന്നതിനിടയിൽ കുട്ടപ്പന്റെ നിലവിളി മുറിഞ്ഞു. അയാളുടെ വിരലുകൾക്കിടയിലൂടെ ചോര ഒലിച്ചുകൊണ്ടിരുന്നു. തൊട്ടു മുന്നിൽ വെച്ചുണ്ടായ ഈ രംഗം സത്യനേശൻ മുതലാളിയെപ്പോലും ഞെട്ടിച്ചു കളഞ്ഞു. കരിങ്കാളിയുടെ അനുചരരാകട്ടെ ഒരു തമാശ ആസ്വദിക്കുന്ന മട്ടിൽ നോക്കി നിന്നു. എന്നെ കൊല്ലരുത്, ഞാൻ എനിക്കറിയാവുന്നതൊക്കെ പറയാം, കുട്ടപ്പൻ വേദന കടിച്ചമർത്തുന്നതിനിടയിൽ പറഞ്ഞു. ശിവജിയാണ് ഭവാനിയെ കൊന്നത്. അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെ. അതെന്തിനാണെന്ന് പറ. തള്ളവിരൽ കൊണ്ട് കരിങ്കാളി വാളിന്റെ ചോര വടിച്ചു കളഞ്ഞു. കുട്ടപ്പൻ കുഴങ്ങി. സത്യം പറയുകയാണെങ്കിൽ വിശ്വൻ മുതലാളിയുടെ കൊലപാതകത്തെക്കുറിച്ച് പറയേണ്ടി വരും. താനും കൂടി ചേർന്നാണ് കൊച്ചു മുതലാളിയെ കൊന്നതെന്ന് അറിഞ്ഞാൽ സത്യനേശൻ മുതലാളി വെറുതെ വിടുമോ? എടാ പറയാൻ. കരിങ്കാളിയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. കുട്ടപ്പന്റെ തലച്ചോറിൽ ഒരു തന്ത്രം മിന്നി. അക്കാര്യം മാത്രം എനിക്കറിയത്തില്ല. അതറിയാവുന്നത് കൊടുവാൾ സത്താറിന് മാത്രമാ. കൊടുവാൾ സത്താർ? കരിങ്കാളി കടപ്പല്ലെന്നമർത്തി. കുട്ടപ്പൻ പറയുന്നത് സത്യമാണെന്ന് കരിങ്കാളിക്ക് തോന്നി. ശരി, ശിവജിയെക്കുറിച്ച് മറ്റെന്തൊക്കെ നിനക്കറിയാം? അതൊക്കെ പറ. പത്തനാപുരത്തെ പുതിയ മധ്യരാജാവ് ശിവജിയ. കച്ചിക്കുള്ളിൽ വെച്ചാണ് അവൻ തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കൊണ്ടുവന്നിരുന്നത്. പിന്നെ എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണം. കരിങ്കാളി അനുചരന്മാരിൽ ഒരാളെ നോക്കി. അയാൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് കുട്ടപ്പന് കൊടുത്തു. ആർത്തിയോടെ കുട്ടപ്പൻ അത് വാങ്ങി കുടിച്ചു. അമ്പരപ്പിലായിരുന്നു സത്യനേശൻ. തന്റെ മൂക്കിന് കീഴിൽ മദ്യമൊഴുക്കിയവൻ ശിവജിയാണ്. തന്റെ ലോറിയിൽ തന്നെ മദ്യം കൊണ്ടുവന്നിട്ട് അവൻ തനിക്കെതിരെ കളിച്ചു. എന്നിട്ട് ഒന്നുമറിയാത്ത ഭാവത്തിൽ തന്നോട് ചേർന്ന് നിന്നു. ഒഴിഞ്ഞ കുപ്പി തിരിച്ചു കൊടുത്തിട്ട് കുട്ടപ്പൻ ബാക്കി പറഞ്ഞു. സത്യനേശൻ മുതലാളിയോട് എന്തോ പകയുണ്ട് ശിവജിക്ക്. മാത്രമല്ല റാണിക്കുഞ്ഞ് എവിടെയാണെന്നുള്ളതും അവനറിയാം. സത്യനേശൻ കുതിച്ചെണീറ്റ് ചീറി വന്നു. നായേ, എന്നിട്ട് ഇക്കാര്യം നീ എന്നോട് പറയാതിരുന്നത് എന്താടാ? കാലുയർത്തി അയാൾ കുട്ടപ്പന്റെ നെഞ്ചിൽ ചവിട്ടി. കുട്ടപ്പൻ പിന്നോട്ട് മറിഞ്ഞു. സത്യനേശൻ അയാളുടെ നെഞ്ചിൽ ആഞ്ഞാഞ്ഞു ചവിട്ടി. നിലവിളിക്കാൻ തുറന്ന കുട്ടപ്പന്റെ വായിലൂടെ കൊഴുത്ത ചോര പുറത്തേക്ക് വന്നു. കൂടുതലൊന്നും എനിക്കറിയത്തില്ലായിരുന്നു മുതലാളി. അതിനിടെ അവൻ അറിയിച്ചു. എങ്കിൽ ഒരു കാര്യം എനിക്ക് തീർച്ചയാ. എന്റെ മോൻ വിശ്വൻ എന്തിയാടാ? അവനെയും ശിവജി? അത് സത്താറിനെ അറിയത്തുള്ളൂ മുതലാളി. കരിങ്കാളി വല്ല വിധേനയും സത്യനേശനെ പിന്നോട്ട് മാറ്റി. മുതലാളി എവിടെ ഇരിക്കി, ഒക്കെ ഞാൻ തെളിയിപ്പിച്ചു തരാം. പിന്നെ അയാൾ കുട്ടപ്പന്റെ സെൽഫോൺ എടുത്ത് തറയിലേക്ക് ഇട്ടുകൊടുത്തു. വിളിക്കട അവനെ, സത്താറിനെ. എനിക്ക് വേണം ആ നാറിയെ, ഇപ്പോൾ തന്നെ. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് കുട്ടപ്പൻ ഫോൺ എടുത്തു. തന്റെ കീശയിൽ ഫോൺ ശബ്ദിക്കുമ്പോൾ ശിവജിയോടൊപ്പം പാലാഴി ബാറിൽ നിന്നിറങ്ങുകയായിരുന്നു കൊടുവാൾ സത്താർ. കുട്ടപ്പന് ഫോൺ കാതോട് ചേർക്കുന്നതിനിടയിൽ സത്താർ ശിവജിയെ നോക്കി. ശിവജി നിന്നു. സത്താർ സംസാരിച്ചു. എന്താ കുട്ടപ്പ, നീ ഇപ്പം എവിടാ? പത്തനാപുരത്തുണ്ട്. നിന്നെ എനിക്കൊന്ന് കാണണം. എപ്പോഴാ? ഉടനെ. അതിന് നീ റാന്നിയിലല്ലേ? അതെ. അപ്പുറത്തൊരു പരുങ്ങൽ. ഒരു നിമിഷം കഴിഞ്ഞാണ് ബാക്കി കേട്ടത്. എന്റെ ഒരാൾ നിന്റെ അടുത്ത് വരും. ശരി, അയാൾ പത്തനാപുരത്ത് വന്നു കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. സത്താർ ഫോൺ കീശയിലിട്ടിട്ട് ശിവജിയോട് കാര്യം പറഞ്ഞു. അവന്റെ പുരികങ്ങൾ വളഞ്ഞു. സത്താറെ സൂക്ഷിക്കണം. കുട്ടപ്പൻ റാന്നിയിൽ പോയിട്ടില്ല. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. ഇവിടെ? സത്താറിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. അതറിയത്തില്ല, പക്ഷെ കുട്ടപ്പൻ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കളയാൻ സമയമില്ല. ശിവജി ഉദ്ദേശിക്കുന്നതെന്താണെന്ന് സത്താറിന് മനസ്സിലായില്ല. നീ തൽക്കാലം ഒരു ഓട്ടോ പിടിച്ചു പോ. ബൈക്ക് എനിക്ക് വേണം. ശിവജി സത്താറിന്റെ മറുപടിക്ക് കാക്കാതെ ബൈക്കിൽ കയറി. പാലാഴിയുടെ മുറ്റത്തുനിന്ന് ഇറക്കമിറങ്ങി ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ ബൈക്ക് അടൂർ റോഡിലൂടെ പാഞ്ഞുപോയി. സത്താർ താഴെ റോഡിൽ വന്നപ്പോൾ ഒരു കാലി ഓട്ടോ വരുന്നത് കണ്ടു. കൈ കാണിച്ചു നിർത്തി അതിൽ കയറി. എങ്ങോട്ടാ സാറേ? ഡ്രൈവർ തിരക്കി. എവിടേക്ക് പോകണം? സത്താർ ഒരു നിമിഷം ആലോചിച്ചു. മഞ്ചള്ളൂര്. മേഴ്സിയുടെ വീട്ടിൽ പോയി ഒന്ന് വിശ്രമിക്കാമെന്ന് സത്താർ കരുതി. പക്ഷേ പത്തനാപുരം കഴിഞ്ഞതും ഫോൺ വീണ്ടും ശബ്ദിച്ചു. നീ എവിടെ സത്താറെ? കുട്ടപ്പന്റെ ശബ്ദം. ഇപ്പോ ഒരു ഓട്ടോയില്ല, മേഴ്സിയുടെ വീട്ടിലേക്ക് പോകുക. മറുപുറത്ത് ഫോൺ കട്ടായി. ശിവജിയുടെ വാക്കുകൾ സത്താറിന്റെ ഓർമ്മയിലെത്തി. സത്യം പറയണ്ടായിരുന്നു. പെട്ടെന്നൊരു ബൊലേറോ ഓട്ടോയുടെ മുന്നിൽ കടന്നു. ഒരു നിമിഷം കഴിഞ്ഞ് അത് റോഡിൽ വെട്ടിത്തിരിഞ്ഞ് കുറുകെ നിന്നു. എന്ത് പണിയാടാ കാണിക്കുന്നത്? ഡ്രൈവർ ചീത്ത വിളിച്ചുകൊണ്ട് ഓട്ടോയുടെ ബ്രേക്ക് അമർത്തി. മറുപടിയായി ബൊലോറയിൽ നിന്ന് രണ്ടുപേർ ചാടിയിറങ്ങി. അവർ സത്താറിന്റെ ഒപ്പം കയറിയിരുന്നു. നിങ്ങളാരാ? സത്താറിന് കലി വന്നു. ഒക്കെ പറയാം. ഒരാൾ ഒരു കൊച്ചു പിസ്റ്റൾ എടുത്ത് അവന്റെ ഇടുപ്പിൽ അമർത്തി. ഓട്ടോ ആ ബൊലോറയ്ക്ക് പിന്നാലെ വിട്ടു ഡ്രൈവറെ. പിസ്റ്റൾ കണ്ട ഡ്രൈവർ ഭയന്നുപോയി. ബൊലോറോ പതുക്കെ മുന്നോട്ട് നീങ്ങി. അതിന് പിന്നാലെ ഓട്ടോയും. സത്താർ ശരീരം മരവിച്ചതുപോലെ ഇരുന്നു പോയി. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും സുഗുണൻ രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന് ഇന്ദ്രനും മറ്റും കൊടുത്തു. നിങ്ങളിനി സീതാ മൗണ്ടിലേക്ക് പോകണ്ട ഇന്ദ്ര.
നിങ്ങളുടെ വീട് തന്നെയാ ഇതെന്ന് കരുതി ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി. സുഗുണൻ പറഞ്ഞു. അത് വേണ്ട ചിറ്റപ്പ. ഒരിക്കൽ ഇവിടെ നിന്നിറങ്ങിയവരാ ഞങ്ങള്. അതുകൊണ്ട് ഇനി ഇവിടെ കഴിയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. സുഗുണൻ മറുപടി പറയും മുൻപ് താഴെ റോഡിൽ ഒരു ജീപ്പ് വന്ന് നിന്നു. അതിൽ നിന്ന് ചാടിയിറങ്ങിയ ചാക്കൻ മുറ്റത്തേക്ക് ഓടിയെത്തി. ഇന്ദ്രനെ സെൽഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. അതെന്താ? അവൻ ഫോൺ എടുത്ത് നോക്കി. ഛേ, ചാർജ് പോയി. അതിരിക്കട്ടെ, എന്താ ചാക്ക വിശേഷം? സീതാ മൗണ്ടിൽ ആകെ പ്രശ്നമാ. ആ വൈരനും കൂട്ടരും വന്ന് നമ്മുടെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. എന്തിന്? ഇന്ദ്രൻ ചാടി എഴുന്നേറ്റു. ഇനി നമ്മൾ ഇത്താപ്പൂവിന്റെ കച്ചവടക്കാർക്ക് സാധനങ്ങൾ വിൽക്കണ്ടെന്ന് തീരുമാനിച്ചിരുന്നതല്ലേ? അതനുസരിച്ച് ഓരോരുത്തരും കൊണ്ടുവന്ന ചരക്ക് പുൽപ്പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ടെമ്പോയിൽ കയറ്റുമായിരുന്നു. അപ്പോഴാ വൈരനും കൂട്ടരും വന്ന് തടഞ്ഞത്. സാധനങ്ങൾ പുറത്ത് കൊണ്ടുപോയി വിൽക്കാൻ പറ്റത്തില്ലെന്ന്. പഞ്ചായത്ത് പ്രസിഡന്റ് ദാസപ്പൻ സാർ വന്ന് പറഞ്ഞിട്ട് പോലും അവർ കേൾക്കുന്നില്ല. ഇന്ദ്രന്റെ തലയിലെ ഞരമ്പുകൾ ഒന്നിച്ച് പിടഞ്ഞു മുറുകി. ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരുന്ന ഇത്താപ്പൂവിന് ഇനി ഒരിക്കലും ജയിക്കാൻ ഇടം കൊടുക്കരുത്. വാ, ഞാനും വരാം. മുണ്ട് മടക്കി കുത്തി അവൻ റോഡിലേക്ക് പാഞ്ഞു. ഞാനും വരാം മോനെ. സുഗുണനും പിന്നാലെ ചെന്നു. വേണ്ട ചിറ്റപ്പ. അവൻ ജീപ്പിൽ കയറി. ചാക്കനും. ജീപ്പ് തിരിച്ചു പാഞ്ഞു. കൊളവള്ളിയിൽ എത്തിയപ്പോൾ ചാക്കോച്ചേട്ടനും തിടുക്കത്തിൽ കടയ്ക്ക് പുറത്തു വന്ന് ജീപ്പിലേക്ക് എത്തി നോക്കുന്നത് കണ്ടു. സീതാ മൗണ്ട്. ജീപ്പ് അവിടെ എത്തുമ്പോൾ സംഘർഷം മുറുകി നിൽക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനകീയ സേന ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അതിനും തയ്യാറെന്ന മുഖഭാവത്തോടെയാണ്. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഇന്ദ്രൻ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ എല്ലാവരോടുമായി തിരക്കി. ഇന്ദ്ര, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ മലഞ്ചരക്കുകൾ ഇവന്മാർ പറയുന്ന വിലയ്ക്ക് കൊടുക്കണമെന്ന്. നെല്ലിലാൽ കുമാരൻ വൈരന്റെയും മറ്റും നേരെ കൈ ചൂണ്ടി. ഇന്ദ്രൻ തലയാട്ടിക്കൊണ്ട് രംഗം വീക്ഷിച്ചു. ടെമ്പയുടെ ക്യാബിന് പുറത്ത് ഒരു നേതാവിനെ പോലെ ഇരിക്കുകയാണ് വൈരൻ. 10ഓളം പേരുണ്ട് കൂടെ. ഇന്ദ്രനെ തീർത്തും അവഗണിച്ച് വൈരൻ പറഞ്ഞു. നീയൊക്കെ എന്തു പറഞ്ഞാലും ഇത്താപ്പ് മുതലാളിയുടെ കയ്യിൽ നിന്ന് ചരക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് അഡ്വാൻസായി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ചരക്കൊക്കെ ഞങ്ങൾ കൊണ്ടുപോവുക തന്നെ ചെയ്യും, ഞങ്ങൾ പറയുന്ന വിലയ്ക്ക്. ഇന്ദ്രൻ മൂന്നും കൂടുന്ന കവലയ്ക്ക് നടുവിലെത്തി. ഇതൊന്ന് കേട്ട് നിങ്ങളാരും ബേജാറാവേണ്ട കൂട്ടരെ. നിങ്ങളുടെ വിയർപ്പിന്റെ ഫലം എന്തിന്റെ പേരിലായാലും ഒരു നായിന്റെ മോനും കൊണ്ടുപോകത്തില്ല. ഇത് വാക്കാ, ഇന്ദ്രന്റെ വാക്ക്. കരഘോഷത്തോടെയാണ് ജനങ്ങൾ അതിനെ സ്വാഗതം ചെയ്തത്. എങ്കിൽ ആദ്യം അത് തന്നെ കാണട്ടെ. വൈരൻ ടെമ്പോയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. ഞൊടിയിടയിൽ ഗുണ്ടാപ്പട അയാൾക്ക് പിന്നിൽ നിരന്നു. മറുഭാഗത്ത് ഇന്ദ്രന് പിന്നിൽ ജനകീയ സേനക്കാരും നിരന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ദാസപ്പൻ അവർക്കിടയിലേക്ക് ഓടിക്കയറി. ഇന്ദ്ര, വൈര, ഒരു വഴക്ക് വേണ്ട. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. അത് പറ്റത്തില്ല പ്രസിഡന്റെ. തല്ലി തീർക്കാനുള്ളത് അങ്ങനെ തന്നെ തീർക്കണം. ഇത്താപ്പ് മുതലാളിക്കല്ലാതെ മറ്റാർക്കും ഇവിടുന്ന് ചരക്ക് കൊടുക്കത്തില്ല. വൈരൻ കൈകൾ കൂട്ടിത്തിരുമി. തല്ലി തീർക്കാൻ തന്നെ ദാസപ്പൻ സാറേ ഞങ്ങളുടെയും തീരുമാനം. എന്നാലും ന്യായമായ വില കിട്ടാതെ ഈ ചരക്കൊന്നും ഇത്താപ്പുവിന്റെ ഗോഡൌണിലേക്ക് പോകത്തില്ല. ഇന്ദ്രൻ തീർത്തു പറഞ്ഞു. നോക്ക്, ഒരു പ്രശ്നമുണ്ടായാൽ ഇരുഭാഗത്തും ആൾനാശമുണ്ടാകും. അത് വേണോ? പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. പക്ഷെ കീരിയും പാമ്പും മാതിരി നിൽക്കുകയാണ് ഇരു കൂട്ടരും. പെട്ടെന്ന് ഒരു ബെൻസ് കാർ അവിടെ വന്നു നിന്നു. അതിന് പിന്നാലെ ഒരു ടെമ്പോ നിറയെ ആളുകളും. ആയുധങ്ങളായി ചാടിയിറങ്ങിയ ആ സംഘം വൈരന്റെ ഒപ്പം ചേർന്നു. ഇപ്പോൾ നിനക്ക് തല്ലി നോക്കാനുള്ള ധൈര്യം തോന്നുന്നുണ്ടോടാ വരത്തൻ പട്ടി? വൈരൻ വിജയഭാവത്തിൽ കൈചൂണ്ടി. തല്ലിയാൽ ഇവിടെ ചോര പുഴയൊഴുകും. ഇവിടെ വീഴുന്ന ഓരോ ജീവനും നീ ഉത്തരം പറയേണ്ടി വരും. ഇന്ദ്രൻ ഒന്ന് പതറി. അന്യ നാട്ടുകാരനാണ് താൻ. താൻ കാരണം ഇവിടെ ഒരാൾക്കും പ്രാണൻ നഷ്ടപ്പെടരുത്. ചൊണയുണ്ടേൽ തല്ലി നോക്കടാ. വെല്ലുവിളിക്കുകയാണ് വൈരൻ. അയാളുടെ ഉദ്ദേശം അവൻ തിരിച്ചറിഞ്ഞു. തന്നെ പ്രകോപിപ്പിച്ച് കുരുക്കിലാക്കാനുള്ള തന്ത്രം. അത് പാടില്ല. ഇന്ദ്ര, അടി തുടങ്ങാം. ചാക്കൻ അവന്റെ കാതിൽ തിരക്കി. പാടില്ല ചാക്ക, ഇവന്മാരുടെ കണക്കുകൂട്ടൽ വേറെയാ. ബെൻസിന് പിന്നിലെ വാതിൽ തുറന്ന് ഇത്താപ്പ് മുതലാളി പതുക്കെ പുറത്തേക്കിറങ്ങി. മുണ്ടൊന്ന് അഴിച്ചുകൊടുത്തു. എന്താ ദാസപ്പ ഇവിടെ പ്രശ്നം? ദാസപ്പൻ വിനയാന്വിതനായി. ഇത്താപ്പുവിന്റെ മുന്നിൽ ഓടിയെത്തി. മുതലാളി. ബാക്കി പറയും മുൻപ് ഇത്താപ്പു കൈ ഉയർത്തി. പിന്നെ ഉച്ചത്തിൽ പറഞ്ഞു. മോള് പെറ്റുകിടക്കുക, അമ്മയ്ക്ക് വായ്ക്കരിയിടണം എന്ന് പറഞ്ഞിട്ടല്ലടാ ഈ നിൽക്കുന്നവരിൽ പലരും എന്നോട് കടം വാങ്ങിയിട്ടുള്ളത്. മലഞ്ചരക്ക് തരാം എന്നുള്ള വ്യവസ്ഥയിൽ. എന്നിട്ടിപ്പം ഇത്താപ്പുവിന്റെ അണ്ണാക്കിൽ മണ്ണ് കുഴച്ച് തിരികേക്കാം എന്ന് നീയൊക്കെ കരുതുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിനക്കൊക്കെ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാനല്ലാതെ മറ്റാരും ഇവിടുന്ന് ചരക്കെടുക്കത്തില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ മുതലാളി. ഇന്ദ്രൻ ഒരടി മുന്നോട്ട് നീങ്ങി. പിന്നെ ചത്തുപോയ നിന്റെ അപ്പനോ അമ്മയോ കൂടി തീരുമാനിക്കണോടാ. ഇന്ദ്രനെ തീർത്തും അവഗണിച്ച് ഇത്താപ്പു വൈരനെ നോക്കി. ലിസ്റ്റ് എഴുതി ചരക്ക് വണ്ടിയിൽ കേട്ടടാ. തടയാൻ വരുന്നത് ആരായാലും തീർത്തേര് മുതലാളി. ദാസപ്പൻ പരിഭ്രമിച്ചു. താൻ മാറി നിൽക്ക്. ഇടം കൈകൊണ്ട് ഇത്താപ്പു അയാളെ പിന്നോട്ട് മാറ്റി. വിജയഭാവത്തിൽ വൈരനും സംഘവും മലഞ്ചരക്ക് ചാക്കുകളുടെ നേരെ നീങ്ങി.
ഇന്ദ്രന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. അവൻ ഒന്നും പറയാത്തതിനാൽ ജനകീയ സേനയും മിഴിച്ചു നിൽക്കുകയാണ്. ഗുണ്ടകൾ ആദ്യത്തെ ചാക്കുകെട്ട് എടുത്ത് ടെമ്പോയിലേക്കിട്ടു. ജംബുവിന്റെയും കൂക്കറുടെയും മറ്റു മുഖത്തെ ദൈന്യത ഇന്ദ്രൻ കണ്ടു. ഇന്ദ്ര, ചാക്കൻ സങ്കടത്തോടെ വിളിച്ചു. ഇടതു കൈ എളിയിൽ തിരുകി. ബെൻസിൽ ചാരി ഒരു രാജാവിന്റെ ഭാവത്തിൽ നിൽക്കുകയാണ് ഇത്താപ്പോ. ഗുണ്ടകൾ ചാക്കുകെട്ടുകൾ ഓരോന്നായി ടെമ്പോയിൽ കയറ്റുകയാണ്. ഇതിനിടെ ഒറ്റ കുതിപ്പായിരുന്നു ഇന്ദ്രൻ. എന്താണ് സംഭവിക്കുന്നതെന്ന് മറ്റുള്ളവർ അറിയും മുൻപ് ഇടംകൈ ഇത്താപ്പുവിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അരയിൽ ഇരുന്ന കത്തി വലിച്ചൂരി അവൻ ഇത്താപ്പുവിന്റെ പൊക്കിളിൽ അമർത്തി. നോക്കു മുതലാളി, ഇതങ്ങോട്ട് കുത്തിക്കേറ്റി ഇടംവലം തിരിച്ചു വലിച്ചൂരിയാൽ പുറത്തേക്ക് വരുന്നത് പനിനീരല്ല, ചോരയാ. മുറിഞ്ഞു വീഴുന്നത് മത്തങ്ങയല്ല, തന്റെ വൃത്തികെട്ട വയറാ. ആ കാഴ്ച കണ്ട് സകലരും കിടുങ്ങിപ്പോയി. ഇത്താപ്പോ ശ്വാസം നിലച്ച മട്ടിൽ നിന്നു. തനിക്ക് ചാകണ്ടെങ്കിൽ പറയടോ മുതലാളി, കയറ്റിയ സാധനങ്ങളൊക്കെ അതത് സ്ഥലങ്ങളിൽ തിരിച്ചു വയ്ക്കാൻ പറ തന്റെ ആൾക്കാരോട്. ഇത്താപ്പുവിന്റെ കണ്ണു തള്ളി. അയാൾ ഭയന്ന് മിടയിറക്കി. വൈരനും മറ്റും എന്തു ചെയ്യും എന്നറിയാതെ പരിങ്ങി നിന്നു. എടോ പറയാൻ, ഇന്ദ്രൻ കത്തിമുന ഒന്നമർത്തി. തന്റെ വയർ പിളരുമെന്ന് തോന്നി ഇത്താപ്പുവിന്. സാധനങ്ങൾ തിരിച്ചു വയ്ക്കാൻ അയാൾ ആംഗ്യം കാണിച്ചു. വൈരനും മറ്റും വേറെ മാർഗമില്ലായിരുന്നു. അവർ മലഞ്ചരക്ക് ചാക്കുകൾ പഴയപടി ഇറക്കി വെച്ചു. ഇനി വന്ന പോലെ തിരിച്ചു പോകാൻ അവന്മാരോട് പറ. ഇത്താപ്പു പല്ലമർത്തി. അവന് കേൾക്കാൻ മാത്രം പാകത്തിൽ പറഞ്ഞു. ജയിച്ചെന്ന് കരുതേണ്ടതാ വരത്തൻ പട്ടി. അവൻ തലകുലുക്കി. അങ്ങനെ കരുതുന്നതാ എനിക്കിഷ്ടം. ഇതൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഗുണ്ടകൾ മടങ്ങാൻ ഭാവിച്ചു. ഇന്ദ്ര, മുതലാളിയെ വിട്. ദാസപ്പൻ അവനെ തടയാൻ ശ്രമിച്ചു. ഈ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയാത്ത സാറ് ഇതിൽ ഇടപെടേണ്ട. ദാസപ്പൻ വിളറി. നോക്കു മുതലാളി, എനിക്ക് ക്ഷമ കുറവാ. വേഗം അവരെ പറഞ്ഞു വിട്ടോ. വാക്കുകളിലെ അപകടം ഇത്താപ്പു തിരിച്ചറിഞ്ഞു. അയാൾ വിയർപ്പിൽ കുളിച്ചു. നിങ്ങള് പൊയ്ക്കോ. നിസ്സഹായനായി അയാൾ ഗുണ്ടകൾക്ക് നിർദ്ദേശം കൊടുത്തു. ഒന്ന് മടിച്ചു നിന്നിട്ട് അവർ തങ്ങൾ വന്ന ടെമ്പോകളിൽ കയറി. ജനങ്ങളുടെ കൂക്കുവിളികൾക്കിടയിൽ അവർ മടങ്ങി. ഇന്ദ്രൻ കത്തി മാറ്റി. ഇത്താപ്പുവിലെ പിടിവിട്ടു. ഇത്താപ്പു തന്റെ ജൂബ വലിച്ചു നേരെയിട്ടിട്ട് ഇന്ദ്രനെ നോക്കി. നീ മരണം ഇരുന്ന് വാങ്ങുകയാടാ. ഇനി നിനക്ക് മാപ്പില്ല. കാതയിൽ നൊല്ലിക്കോ നീ. 7 ദിവസം, അതിനപ്പുറം നിനക്ക് ആയുസില്ല. അത് ശരി, അവൻ ചിരിച്ചു. നിങ്ങളങ്ങ് തീരുമാനിച്ചെങ്കിൽ ഇതും കൂടി ഇരിക്കട്ടെ. പെട്ടെന്ന് അവൻ കുനിഞ്ഞു. ഇത്താപ്പുവിന്റെ മുണ്ടിൽ പിടിച്ച് ആഞ്ഞു വലിച്ചു. ഇത്താപ്പു നിന്ന നിൽപ്പിൽ ഒന്ന് കറങ്ങി. മുണ്ടഴിഞ്ഞ് ഇന്ദ്രന്റെ കയ്യിലായി. അവനത് റോഡിന് നടുവിലേക്ക് ചുരുട്ടിയെറിഞ്ഞു. ഇത്താപ്പു ജുബ്ബ വലിച്ചു താഴ്ത്തി. അയ്യേ! ജനം മൂക്കത്ത് വിരൽ വെച്ചു. അപമാനത്തോടെ ഇത്താപ്പു ഡ്രൈവറെ തള്ളിമാറ്റി കാറിൽ ചാടിക്കയറി. വട്ടം തിരിഞ്ഞു കാർ മുന്നോട്ട് കുതിച്ചു. അടുത്ത നിമിഷം അതേ വേഗത്തിൽ തന്നെ പിന്നോട്ട് വന്നു. ആളുകളുടെ ബഹളത്തിനിടയിൽ ഇന്ദ്രൻ റോഡിൽ കമിഴ്ന്നു വീണു. അവന്റെ പുറത്തേക്ക് കാർ ഇരച്ചു കയറി. അധ്യായം 42. ഇന്ദ്ര, ജംബുവും കൂക്കറും മാത്രമല്ല, അവിടെ നിന്നിരുന്നവർ എല്ലാം തന്നെ അലറി വിളിച്ചുപോയി. പൊടുന്നനെ കാർ ബ്രേക്കിട്ടു. ടയർ റോഡിൽ ഉരഞ്ഞതിന്റെ ഗന്ധം പരന്നു. ഇത്താപ്പു മുതലാളി പുറത്തേക്ക് തലനീട്ടി അട്ടഹസിച്ചു. ഇത്താപ്പുവിനോട് കൊമ്പ് കോർക്കാൻ ഇനി ഏതെങ്കിലും പട്ടികൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വാടാ മുന്നോട്ട്. ഒരു നിമിഷം ജനം മരവിച്ചു നിന്നു. അർദ്ധരാത്രിയിൽ ശ്മശാനത്തിൽ അകപ്പെട്ടതുപോലെയുള്ള നിശബ്ദത. അവരുടെ കണ്ണുകൾ മാത്രം ചലിച്ചു. കാറിനടിയിലേക്ക് അവർ നോക്കി. ഇന്ദ്രന്റെ ചലനമറ്റ ശരീരം കണ്ടു. വിടരുത് അയാളെ. കയ്യിലിരുന്ന വെട്ടുകത്തിയുമായി ചാക്കൻ മുന്നോട്ട് കുതിച്ചു. അവന് പിന്നാലെ ജനകീയ സേനയും. ഇത്താപ്പു ഇടം കൈകൊണ്ട് ഗിയർ തട്ടിയിട്ടു. ഒരസ്ത്രം പോലെ ബെൻസ് ചീറിപ്പാഞ്ഞുപോയി. ഇന്ദ്ര! ആളുകൾ റോഡിൽ കമിഴ്ന്നു കിടന്നിരുന്ന ഇന്ദ്രന്റെ ചുറ്റും കൂടി. അടുത്ത നിമിഷം അവനൊന്ന് അനങ്ങി. മുഖം തിരിച്ച് നേർത്ത പുഞ്ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് അവൻ എഴുന്നേറ്റു. അങ്ങനെയൊന്നും ചാകാൻ എനിക്ക് മനസ്സില്ല. അവൻ കൈകൾ വീശി കുടഞ്ഞപ്പോൾ ഞൊട്ടയുടെ ശബ്ദം കേട്ടു. ജനം അവിശ്വസനീയതയോടെ നോക്കി. അവൻ തുടർന്നു. ഇതൊന്നും എന്റെ കഴിവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാർ പിന്നോട്ട് പാഞ്ഞെടുത്തപ്പോൾ അറിയാതെ റോഡിലേക്ക് പറ്റിക്കിടന്നതാ ഞാൻ. ഒരു നിമിഷം എനിക്കങ്ങനെ തോന്നി. ഒരു പക്ഷേ എന്റെ അച്ഛന്റെ ആത്മാവ് അങ്ങനെ തോന്നിപ്പിച്ചതാവാം. പഞ്ചായത്ത് പ്രസിഡന്റ് ദാസപ്പൻ മുന്നോട്ട് വന്ന് ഉരുക്കുപോലെ തോന്നിക്കുന്ന അവന്റെ നെഞ്ചിൽ തട്ടി ആഹ്ലാദത്തോടെ പറഞ്ഞു. മോനെ ഇന്ദ്ര, എന്റെ ഇത്രയും പ്രായത്തിനിടയിൽ ചങ്കുറപ്പുള്ള ഒരു ആൺകുട്ടിയെ അടുത്ത് കാണുന്നത് ആദ്യമാ. ഇനി ഞാനുമുണ്ട് നിന്റെ ഈ സേനയിൽ, എന്തിനും ഏതിനും. ഇത്താപ്പൂവിനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. മുള്ളംകൊല്ല് കൊട്ടാരത്തിലേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് പോകണം. ഈ ജനശക്തിയെ തടയാൻ ഇത്താപ്പൂവിനും അയാളുടെ ഗുണ്ടകൾക്കും കഴിയത്തില്ല. അതെ അതെ, നമ്മളങ്ങോട്ട് പോകുകയാ, സ്ത്രീകളും കുട്ടികളും അടക്കം വിളിച്ചു പറഞ്ഞു. ഞാനുമുണ്ട്. ബൂത്തിൽ നിന്ന് വെളുക്കനും ഇറങ്ങി വന്നു. ഇന്ദ്രൻ കയ്യൊന്നുയർത്തിയപ്പോൾ ആളുകൾ നിശബ്ദരായി. ഈ ആവേശം കാണുമ്പോൾ, കൂട്ടായ്മ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇതിങ്ങനെ തന്നെ നിലനിൽക്കണം. അപ്പോൾ നിങ്ങളെ തോൽപ്പിക്കാനോ ചതിക്കാനോ ആർക്കുമാവില്ല. പക്ഷേ ഇത്താപ്പുവിനെ തേടി ഇപ്പോൾ പോകണ്ട.
അണയാൻ പോകുന്ന വിളക്കിന് ആളിക്കത്താൻ ഒരവസരം കൊടുക്കണം. അവൻ അവസാനം പറഞ്ഞതിന്റെ അർത്ഥം ആർക്കും വ്യക്തമായില്ല. കൂടുതലൊന്നും പറയാതെ മുണ്ട് മടക്കി കുത്തി തലയുയർത്തിപ്പിടിച്ച് കയ്യും വീശി നെഞ്ചും പിരിച്ച് അവൻ നടന്നുപോയി. ഈ നേരം ശിവജി കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചു. എന്തിനും ഏതിനും തന്റെ ഒപ്പം നിൽക്കുന്ന ഒരാൾ. എന്നാൽ ശിവജി പത്തനാപുരത്ത് അതിഭയങ്കരമായ ഒരപകടത്തെ നേരിടുകയായിരുന്നെന്ന് ഇന്ദ്രൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ഓട്ടോ ഡ്രൈവർ വീട്ടിൽ കുഞ്ഞുമോനാണ് അവന് ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞത്. ശിവജി, നമ്മുടെ മാത്തന്റെ ഓട്ടോയിൽ പോവുകയായിരുന്ന സത്താറിനെ ഒരു ബൊലോറയിൽ വന്നവർ പിടിച്ചുകൊണ്ടുപോയി. കിടുങ്ങിപ്പോയി ശിവജി. എപ്പോൾ? കുറച്ചു നേരമായി. മാത്തലിൽ നിന്നറിഞ്ഞ കാര്യം കുഞ്ഞുമോൻ ശിവജിയെ അറിയിച്ചു. രാവിലെ സത്യനേശന്റെ ബംഗ്ലാവിലെത്തിയ ബൊലോറോ തന്നെയാണതെന്ന് ശിവജി മനസ്സിലാക്കി. സത്താറിനെ കൊല്ലാക്കൊല ചെയ്തിട്ടായാലും സത്യനേശൻ മുതലാളി കാര്യം മനസ്സിലാക്കും. ഒരു പക്ഷേ അയാളുടെ ആളുകൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ശിവജി നേരെ വീട്ടിലേക്ക് ബൈക്ക് പായിച്ചു. നേരം സന്ധ്യയാവുകയാണ്. അമ്മണിയമ്മ അത്താഴം ഒരുക്കുന്ന തിരക്കിലായിരുന്നു. സഹായത്തിന് ശാരിയുമുണ്ട്. ഇന്നിനി ഒന്നും ഉണ്ടാക്കണ്ട, വേഗം ഒരുങ്ങിക്കോ. അരമണിക്കൂറിനുള്ളിൽ ഞാൻ വരും. നമ്മൾ ഇവിടം വിടുകയാണ്. മോനെ, അമ്മണിയമ്മ അന്താളിച്ചു. വേഗം. ചോദ്യവും പറച്ചിലുമൊക്കെ പിന്നീട്. അവൻ സെൽഫോൺ എടുത്ത് ആരെയൊക്കെയോ വിളിച്ചു. പിന്നെ ബൈക്കിൽ കയറി. ആ നേരത്ത് സത്യനേശൻ മുതലാളിയുടെ ചാച്ചിപ്പുന്നയിലെ പുതിയ വാറ്റുകേന്ദ്രത്തിൽ തറയിലേക്ക് തല്ലി അലച്ച് വീഴുകയായിരുന്നു കൊടുവാൾ സത്താർ. മുറിയിൽ ലൈറ്റുകൾ തെളിഞ്ഞു നിന്നിരുന്നു. ഭീതിയോടെ സത്താർ മുഖമുയർത്തി. ആദ്യം കണ്ണിൽപ്പെട്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ചലനമറ്റ ഒരു ശരീരമാണ്. കുട്ടപ്പൻ. അയാളുടെ ചുണ്ടുകൾ പതുക്കെ ചലിച്ചു. അതേടാ, നിനക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ ശരിക്കും എന്നെ. സത്യനേശന്റെ ചീറിവന്ന ശബ്ദം. സത്താർ തലയുയർത്തി. തൊട്ടരികിലെ കസേരയിലിരിക്കുന്നു അയാൾ. പിന്നിൽ നിന്ന് കരിങ്കാളി സത്താറിനെ പിടിച്ചുയർത്തി. തല വെട്ടിയേക്കട്ടെ മുതലാളി. വരട്ടെ. സത്യനേശൻ സത്താറിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. എനിക്കറിയേണ്ട കാര്യങ്ങൾ ഇവൻ പറഞ്ഞു തരുമെന്നല്ലേ ചാകുന്നതിന് മുൻപ് കുട്ടപ്പൻ പറഞ്ഞത്? അത് നേരാണോന്നറിയണം. അല്ലെങ്കിൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട കരിങ്കാളി. കാച്ചിക്കോ. ചോര ആവിയായി പോയതുപോലെ സത്താർ വിളറി. കുട്ടപ്പന്റെ പച്ചച്ചോരയുടെ ഗന്ധം. അയാൾ പോക്കില പോലെ വിറച്ചു. ഇടം കൈകൊണ്ട് കരിങ്കാളി തന്റെ മുടി പിന്നിലേക്കൊതുക്കി. സമയം വളരെ കുറവാ കൊടുവാളെ. നിന്റെ ആയുസ് നീട്ടുന്നതും കുറയ്ക്കുന്നതും നിന്റെ നാവ് തന്നെയാ. ശിവജിയാണോ നിന്റെ പ്രാണനാണോ വലുതെന്ന് തീരുമാനിക്കാനുള്ള അവസാന നിമിഷമാ ഇത്. കരിങ്കാളി ഒന്ന് നിർത്തി. സത്താർ കണ്ണുകൾ കൊണ്ട് ചുറ്റുമൊഴിഞ്ഞു. വേട്ടനായ്ക്കളെ പോലെ കാത്തു നിൽക്കുകയാണ് കുറെ പേർ. ഇവിടെ നിന്ന് തനിക്കൊരു രക്ഷപ്പെടൽ അസാധ്യമാണ്. നീ ഒരു തീരുമാനമെടുത്തെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ ഇതും കൂടി കണ്ടോ. കരിങ്കാളി ഒന്ന് കൈഞ്ഞൊടിച്ചു. അടുത്ത നിമിഷം തൊട്ടടുത്ത മുറിയിലെ ഇരുട്ടിൽ പശുത്തൊഴുത്തിലേതുപോലെ ഒരു ശബ്ദം. അയാൾ അങ്ങോട്ട് നോക്കി. ഒരു യുവതിയുടെ സാരിക്കുത്തിൽ മുറുകെ പിടിച്ച് ഒരാൾ വെളിച്ചത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. സത്താറിന്റെ തലയ്ക്കുള്ളിൽ ഒരു വെള്ളിടി മുഴങ്ങി. ആശ. ചേട്ടാ. അവൾ കുതറി പിടഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ മുടി അഴിഞ്ഞു ചിതറിയിരുന്നു. തോളിൽ നിന്ന് സാരി ഓർന്നു വീണിരിക്കുന്നു. നോക്ക് സത്താറെ, എന്റെ പിള്ളേര് വേണ്ട പോലെ ഇവളെ ഒന്ന് തൊട്ടിട്ടുകൂടിയില്ല. ഇനി നിന്റെ മുന്നിൽ വെച്ച് തന്നെ അങ്ങനെ വേണ്ടെങ്കിൽ സത്യം പറഞ്ഞോണം. ചേട്ടാ. ആശയുടെ കവളുകളിൽ കണ്ണീർ ചാലുകളുടെ തിളക്കം അയാൾ കണ്ടു. എന്നെ വിടാൻ പറ ചേട്ടാ. അവളെ വിട്. നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ലേ. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറയാം. സത്താറിന്റെ ഒച്ച ചിലമ്പി. കരിങ്കാളി വാക്ക് പറഞ്ഞാൽ വാക്ക. നീ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ ഞങ്ങൾ വിട്ടിരിക്കും. മുതലാളിയുടെ മകൾ റാണി എവിടുണ്ടിപ്പോൾ? അത് പൊളിക്കണ്ട. ഒക്കെ ഞങ്ങൾക്കറിയാം. ഇവളെ ഞങ്ങള് പിക്കിളായിട്ട് ഉപയോഗിക്കണോ? വേണ്ട, ഞാൻ പറയാം. കൃത്യമായിട്ട് എനിക്കറിയത്തില്ലെങ്കിലും മാരൂർ ഷാപ്പിന് പിന്നിലുള്ള പാടത്തിനക്കരെ ഏതോ വീട്ടിലുണ്ട്. ഞാനവിടെ പോയിട്ടില്ല. ശിവജി അവിടെ വരെയേ എന്നെ കൊണ്ടുപോയിട്ടുള്ളൂ. ശരി. സത്യനേശൻ തലയാട്ടി. എന്റെ മോൻ വിശ്വന് എന്തു പറ്റിയടാ? സത്താറിന്റെ തൊണ്ടയിലെ ജലം വറ്റി വരണ്ടു. പെട്ടെന്ന് ആശയുടെ സാരി ഒരാൾ വലിച്ചുരിഞ്ഞെറിഞ്ഞു. അവളെ ഉപദ്രവിക്കല്ലേ മുതലാളി. നീ ഉത്തരം പറയാൻ വൈകിയാൽ അവളുടെ ഓരോ തുണിയും അഴിഞ്ഞു വീണുകൊണ്ടിരിക്കും. ഞാൻ പറയാം. കൊച്ചുമുതലാളിയെ ശിവജി കൊല്ലിച്ചു. സത്യനേശൻ ചാടി എഴുന്നേറ്റു. സത്താറിന്റെ കവളടക്കം ഒരടി. കള്ളം പറയുന്നോടാ നായേ. എന്റെ മോനെ. ഇല്ലടാ ഇല്ല. ഈ കൈപിടിച്ച് നടന്നതാ അവൻ. എന്റെ തന്ത്രം പഠിച്ചതാ അവൻ. അവനെ കൊല്ലാൻ കഴിയത്തില്ലടാ ഒരുത്തനും. അങ്ങനെ പറഞ്ഞെങ്കിലും സത്യനേശന്റെ മുഖത്തൊരു പതർച്ച പ്രകടമായി. കരിങ്കാളി, പിച്ച് ചീന്ത് ഇവന്റെ ഭാര്യയെ. അത് കണ്ടിട്ടെങ്കിലും ഇവൻ സത്യം പറയട്ടെ. വേണ്ട മുതലാളി, നിങ്ങൾക്ക് വേണ്ടത് സത്യമല്ലേ? ഞാൻ അത് തന്നാ പറഞ്ഞത്. കള്ളമാണേൽ നിങ്ങളെന്റെ ഭാര്യയും എന്നെയും എന്തു വേണേലും ചെയ്തോ. പക്ഷേ അതിനു മുൻപ് അത് സത്യമാണോന്ന് തിരക്കണം.
കരയുകയായിരുന്നു സത്താർ. താനിപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു സത്യനേശൻ. പുറത്തെ ഇരുട്ടിലേക്ക് ദൃഷ്ടികളയച്ച് പല്ലുകടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, എങ്കിൽ നീ പറ, എന്താ ഉണ്ടായത്? വിറച്ചും പരുങ്ങിയും വല്ലവിധേനയും സത്താർ പറഞ്ഞൊപ്പിച്ചു. ഈശ്വര! ഒരലർച്ചയോടെ സത്യനേശൻ തന്റെ തലമുടി വലിച്ചു പറിച്ചുകൊണ്ട് വെട്ടിത്തിരിഞ്ഞു. കരിങ്കാളി, എനിക്കവനെ വേണം, ശിവജിയെ. രക്ഷപ്പെടരുതവൻ. ഇപ്പോ കൊണ്ടുവരാം മുതലാളി അവനെ. ഇവനെ എന്തു ചെയ്യണം? എന്റെ മോനെ കൊല്ലാൻ കൂട്ടുനിന്നവനാ. ഇവനെയും ഭാര്യയും പൂട്ടിയിട്, ശിക്ഷ പിന്നീട്. കരിങ്കാളി സത്താറിനെ ഇരുൾമുറിയിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനു പിന്നാലെ ആശയം ചെന്നു വീണു. വാതിൽ വലിഞ്ഞടഞ്ഞ് ലോക്ക് വീണു. കരിങ്കാളി, ഞാനും വരുന്നു. അവനെ കൊത്തിയെരിയണം എനിക്ക്. ചൂളയിൽ വെച്ച് കത്തിക്കാനല്ല, പത്തനാപുരത്തെ തെരുവ് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കാൻ. കൊടുങ്കാറ്റ് പോലെ സത്യനേശൻ പുറത്തേക്ക് പാഞ്ഞു. രണ്ടുപേരെ അവിടെ കാവൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെയും കൂട്ടി കരിങ്കാളിയും പിന്നാലെ പോയി. റോഡിൽ ടൊയോട്ടയും ബൊലോറയും സ്റ്റാർട്ടായി. കാലന്റെ കണ്ണുകൾ പോലെ ഹെഡ്ലൈറ്റുകളിൽ അഗ്നി എരിഞ്ഞു. ഇരുളിൽ തപ്പിത്തറിഞ്ഞ് സത്താർ തന്റെ മൊബൈൽ തപ്പി. കിട്ടിയില്ല. ഈ നേരത്ത് മേഴ്സിയുടെ വീടിന് മുന്നിൽ ഒരു ജീപ്പ് വന്നു നിന്നു. നിങ്ങളിവിടെ ഇരിക്ക്, ഞാനിപ്പം വരാം. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ശിവജി അകത്തേക്ക് ചെന്നു. സിറ്റിംഗ് റൂമിലിരുന്ന് TV കാണുകയായിരുന്നു മേഴ്സി. അവനെ കണ്ട് വശ്യമായ ഒരു ചിരിയോടെ അവൾ എഴുന്നേറ്റു. ഇന്ന് കളിക്കാരും വന്നില്ലേടി? അവൻ ചുറ്റും ശ്രദ്ധിച്ചു. ഇല്ല, ഇനി വേണ്ടെന്ന് ശിവജി തന്നെയല്ലേ പറഞ്ഞത്? അവൾ അവന്റെ നെഞ്ചിൽ വിരൽ കൊണ്ടൊന്ന് കുത്തിക്കൊണ്ട് കൊഞ്ചി. പിന്നെ കുറച്ചു മുമ്പ് എന്റെ സെല്ലിൽ വിളിച്ചിട്ട് ആരാണ്ട ചോദിച്ചു റാണി എവിടെയാണെന്ന്. ശിവജിയുടെ നെറ്റി ചുളിഞ്ഞു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? എനിക്കറിയത്തില്ലെന്ന്. പട്ടിച്ചി, അറിയാമെന്ന് പറയരുതായിരുന്നോടി. കൈവീശി അവളുടെ കരണത്തൊന്ന് ആഞ്ഞൊന്ന് പൂശി അവൻ. ഇക്കാര്യമെന്താടി നീ എന്നെ വിളിച്ചു പറയാതിരുന്നത്? കവിളിൽ കൈ അമർത്തിക്കൊണ്ട് പകയോടെ അവൾ അവനെ നോക്കി. നീ എന്നെ തല്ലി അല്ലേടാ? റാണിയുടെ കാര്യം ഞാൻ സത്യനേശൻ മുതലാളിയോട് വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി, നിനക്കറിയാമല്ലോ. നീ പറയുമോ? ശിവജിയുടെ ശബ്ദം മാറി. വേണ്ടിവന്നാൽ പറയും. വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു മേഴ്സിക്കും. ശിവജി, നിന്റെ അടിമയൊന്നുമല്ല ഞാൻ. എന്നോട് ഡീസന്റായിട്ട് നിന്നാൽ ഞാനും അങ്ങനെയാ. അല്ലെങ്കിൽ അളമുട്ടിയാൽ ചേരയും തിരിഞ്ഞു കടിക്കും. അപ്പറഞ്ഞതിൽ ഏതാണ്ട് ദുസൂചനയുണ്ടല്ലോടി നായിന്റെ മോളെ. ഉണ്ട്. നീ പറഞ്ഞിട്ട് എത്ര പേർക്ക് ഞാൻ കിടക്ക വിരിച്ചെന്നറിയാമോ? പത്തനാപുരത്തുകാർക്ക് ഞാനിപ്പോൾ ഇടിവണ്ടി മേഴ്സിയാ. നിനക്കറിയാമോ? മേഴ്സിയുടെ വെളുത്ത മുഖത്ത് ചോര തിങ്ങിത്തുടങ്ങി. എന്റെ ഭർത്താവിനെ നീ കൊന്നു കെട്ടിത്തൂക്കുകയായിരുന്നു എന്നറിയാൻ പക്ഷേ ഞാൻ വൈകിപ്പോയി. ഓഹോ! ശിവജി തലയൊന്നാട്ടി. മുഖത്ത് നോക്കി മേഴ്സി അങ്ങനെ പറഞ്ഞപ്പോൾ ഞെട്ടേണ്ടതാണ്. പക്ഷെ പുച്ഛമായിരുന്നു ശിവജിക്ക്. അതേടി, ലോറി എന്റെ കയ്യിൽ വരണമെങ്കിൽ എനിക്ക് നിന്റെ കെട്ടിയോനെ തട്ടണമായിരുന്നു. എന്റെ ലക്ഷ്യത്തിന് വേണ്ടി എന്തും ചെയ്യും ഞാൻ. ഇടം കൈകൊണ്ട് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് മുഖത്തിന് നേരെ അവൻ കൈ ചൂണ്ടി. എനിക്കെതിരെ നിന്നാൽ കൊന്നുകളയും ഞാൻ. അതറിഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നടാ ഞാനും. മേഴ്സി കൈനീട്ടി മേശവിരിക്കിടയിൽ നിന്ന് ഒരു പിച്ചാത്തി വലിച്ചെടുത്തു. ആ നിമിഷം അവൻ അവളെ പിന്നോട്ട് തള്ളി. മേഴ്സി സെറ്റിയിൽ മലർന്നു വീണു. അവളുടെ വയറ്റിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് ബലമായി അവൻ ആ കത്തി വാങ്ങി. പിന്നെ മുന്നോട്ട് കുനിഞ്ഞ് അവളുടെ വായി പൊത്തി. വലം കൈയിലിരുന്ന കത്തി കഴുത്തിനോട് ചേർത്തമർത്തി ഒറ്റവലി. മാങ്ങ പൂളുന്നത് പോലെ മേഴ്സിയുടെ കഴുത്ത് മുറിഞ്ഞു. അർദ്ധവൃത്താകൃതിയിൽ ചോര ചീറ്റിത്തെറിച്ച് അവന്റെ വസ്ത്രത്തിലേക്ക് വീണു. കൈകാലുകൾ മാത്രമടിച്ച് മേഴ്സി പിടഞ്ഞു. അവൻ പിന്നോട്ട് മാറി. മേഴ്സിയുടെ ശരീരം തറയിൽ വീണ് വെട്ടിപ്പിടഞ്ഞുകൊണ്ടിരുന്നു. ഒരു നിമിഷം അത് നോക്കി നിന്നിട്ട് ശിവജി അകത്തേക്ക് കുതിച്ചു. അകത്തെ മുറിയിലിരുന്ന അലമാര വലിച്ചു തുറന്നു. അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന തുണിബാഗ് തുറന്നു നോക്കി. അടുക്കി വെച്ചിരിക്കുന്ന നോട്ടുകെട്ടുകൾ. അതുമായി പുറത്തേക്ക് ഓടിയ അവൻ മേഴ്സിയുടെ ചലനമറ്റ ശരീരം ശ്രദ്ധിച്ചത് കൂടിയില്ല. ജീപ്പ് വീണ്ടും സ്റ്റാർട്ടായി. മേഴ്സി തന്നോട് അങ്ങനെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് നന്നായെന്ന് ശിവജിക്ക് ഇപ്പോൾ തോന്നി. അതുകൊണ്ടാണല്ലോ താൻ അവളെ കൊന്നത്. അല്ലെങ്കിൽ താൻ എവിടേക്കാണ് രക്ഷപ്പെടാൻ സാധ്യതയെന്ന് അവൾ സത്യനേശൻ മുതലാളിക്ക് പറഞ്ഞു കൊടുത്തേനെ. ജീപ്പ് തന്റെ വീട്ടിലേക്ക് തിരിയുന്ന ഭാഗത്തെത്തിയതും ശിവജിയുടെ കാൽ ബ്രേക്കിൽ അമർന്നു. ഗട്ടർ നിറഞ്ഞ വഴിയെ ചരിഞ്ഞും കുലുങ്ങിയും നീങ്ങുന്ന രണ്ട് വാഹനങ്ങളിൽ ഹെഡ്ലൈറ്റുകൾ പതിഞ്ഞു. പിന്നിൽ പോകുന്നത് കറുത്ത ബൊലോറയാണ്, മുന്നിൽ ടൊയോട്ട. നമ്പർ പ്ലേറ്റ് കണ്ടില്ലെങ്കിലും അത് സത്യനേശൻ മുതലാളിയുടേതാണെന്ന് അവൻ ഉറപ്പായി. കണക്കുകൾ പിഴച്ചിരിക്കുന്നു. അവൻ ഒപ്പമുള്ളവരോട് വിവരം പറഞ്ഞു. അവർക്കും പരിഭ്രമമായി. എന്തു ചെയ്യും ശിവജി? അമ്മയും ശാരിയും? അത് തന്നെയാണ് അവനും ഓർത്തത്. പക്ഷേ ചിന്തിച്ച് തീരുമാനിക്കാൻ നേരമില്ല. ഒരാള് ഇങ്ങോട്ടിരിക്കി. ആക്സിലേറ്ററിൽ നിന്ന് കാൽ മാറ്റാതെ ശിവജി ഇടംകാൽ പുറത്തേക്ക് നീട്ടി. മറ്റൊരാൾ സ്റ്റിയറിംഗ് വീലിന് പിന്നിലെത്തി. ക്ലച്ചിൽ കാൽ വെച്ചയുടനെ അവൻ ഡ്രൈവിംഗ് സീറ്റിലെ ഫുഡ് റെസ്റ്റിലേക്ക് ഇറങ്ങി സൈഡിൽ പിടിച്ചു നിന്നു. ഈ വേഗതയിൽ തന്നെ ജീപ്പ് വിട്ടോണം. അവർക്ക് സംശയത്തിന് ഇടകൊടുക്കരുത്. പിന്നെ ബാക്കി കാര്യവും അവൻ പറഞ്ഞു കേൾപ്പിച്ചു. ഇന്ദ്രനും മറ്റും താമസിച്ചിരുന്ന വീടിനടുത്തെത്തിയതും അവൻ റോഡിലേക്ക് ചാടി. പിന്നെ തൊടിയിലൂടെ ഓടി.
റോഡിന് സമാന്തരമായിട്ട് റബ്ബർ തോട്ടത്തിലൂടെ കയ്യാലകൾ ചാടിക്കടന്നു. ഇടയ്ക്കിടെ റോഡിലേക്ക് നോക്കി തന്റെ വീടിന് നേരെ കുതിക്കുന്ന വാഹനങ്ങളുടെ വേഗത ശ്രദ്ധിച്ചു. പെട്ടെന്ന് മുന്നിലെ റബ്ബർ മരത്തിൽ ചെന്നിടിച്ച് അവൻ പിന്നോക്കം തെറിച്ചു വീണു. അമർത്തിയ നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. തലയുടെ വേദന കാര്യമാക്കാതെ അവിടെ നിന്ന് എണീറ്റ് വീണ്ടും ഓടി. ബാഗുകൾ അടുക്കി വെച്ച് റോഡിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അമ്മണിയമ്മയും ശാരിയും. വാഹനങ്ങളുടെ വെളിച്ചം കണ്ടപ്പോൾ ശാരി തിടുക്കം കൂട്ടി. അമ്മേ, വേഗം, ഏട്ടനാണെന്ന് തോന്നുന്നു. ഇരുവരും ആയാസപ്പെട്ട് ബാഗുകൾ എടുത്ത് തോളിൽ തൂക്കി. മുന്നിൽ വന്ന ടൊയോട്ട വീടിന് നേരെ തിരിഞ്ഞു. വെളിച്ചം ആ വീടിനെയും പരിസരത്തെയും തൊട്ടൊഴിഞ്ഞു. അമ്മേ, വിളിച്ചുകൊണ്ട് ഇരുളിൽ നിന്ന് ശിവജി അവർക്ക് നേരെ ചാടി. പക്ഷേ വൈകിപ്പോയിരുന്നു. അവന്റെ കണ്ണുകളിലേക്ക് വെളിച്ചത്തിന്റെ ചീളുകൾ തുളഞ്ഞു കയറി. മൂവരും വെളിച്ചത്തിൽ കുളിച്ച് ഇടിവെട്ടേറ്റതുപോലെ നിന്നു. കാറിൽ നിന്ന് സത്യനേശനും പിന്നിലെ ബൊലോറയിൽ നിന്ന് ഗുണ്ടകളും ചാടിയിറങ്ങി. നായിന്റെ മോനെ, എന്റെ മോനെ, ചുട്ടരിച്ചേച്ച് വീട്ടുകാരെയും കൂട്ടി സുഖവാസത്തിന് പോകുക അല്ലേടാ. സത്യനേശൻ അലറിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു. പിന്നാലെ കരിങ്കാളിയും കൂട്ടരും. ശിവജിക്ക് ഒന്നനങ്ങാൻ പോലും കഴിഞ്ഞില്ല. പിറ്റേന്ന് ഇന്ദ്രൻ വീട്ടിൽ നിന്ന് സീതാ മൗണ്ടിലേക്ക് നടക്കുകയായിരുന്നു. പൊടുന്നനെ പിന്നിൽ ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഭൂമിയിൽ നിന്ന് പൊടുന്നനെ പൊട്ടിമുളച്ചതുപോലെ ഒരു പജേറോ. ഞൊടിയിടയിൽ അവൻ ഓടയിലേക്ക് ചാടി മാറി. പൊടി പറത്തിക്കൊണ്ട് പജേറോ പാഞ്ഞുപോയി. സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ ഇത്താപ്പ് മുതലാളിയുടെ മകൻ സോണിയെ മിന്നായം പോലെ ഇന്ദ്രൻ കണ്ടു. എടാ! ഇന്ദ്രൻ പജേറോയ്ക്ക് പിന്നാലെ പാഞ്ഞു. പെട്ടെന്ന് എതിരെ ഒരു ജീപ്പ് വന്നു. പജേറോ ബ്രേക്ക് ഇട്ടു. തൊട്ടുമുന്നിൽ ജീപ്പും. എടുത്തു മാറ്റടാ! തല പുറത്തേക്ക് നീട്ടി സോണി അലറി. പിന്നെ ഓടിയെത്തുന്ന ഇന്ദ്രനെ നോക്കി അസ്വസ്ഥനായി. അങ്ങനെ എടുത്താൽ പൊങ്ങുന്ന സാധനമല്ലല്ലോ സാറേ ഇത്. ജീപ്പിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്കിറങ്ങി. ഓടി വന്നുകൊണ്ടിരുന്ന ഇന്ദ്രൻ അവിശ്വസനീയതയോടെ അത് കണ്ടു. ശിവജി. അധ്യായം 43. ഇന്ദ്രൻ ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കി. പൊടുന്നനെ അവന്റെ കാലുകളുടെ വേഗത അല്പം കുറഞ്ഞു. ശിവജി തന്നെയാണത്, തന്റെ ആത്മമിത്രം. അളിയാ ശിവജി, അവനെ വിടരുത്, ഇന്ദ്രൻ വിളിച്ചു പറഞ്ഞു. ശിവജി ഇന്ദ്രനെയും പജേറോയിലിരിക്കുന്ന സോണിയെയും മാറി മാറി നോക്കി. ജീപ്പ് മാറ്റടാ! സോണി തല പുറത്തേക്ക് നീട്ടി അലറി. ശിവജി പജേറോയുടെ ഡ്രൈവിംഗ് സീറ്റിനടുത്തെത്തി. അതെങ്ങനാ സാറേ? എന്റെ കൂട്ടുകാരൻ ഓടി വരുന്നത് കണ്ടില്ലേ? വിവരം എന്താണെന്ന് അറിഞ്ഞിട്ട് പോകുന്നതല്ലേ മര്യാദ. സോണി കൂടുതൽ പരിഭ്രാന്തനായി. ശിവജി വന്ന ജീപ്പിൽ നിന്ന് 4-5 പേർ കൂടി ഇറങ്ങുന്നത് അവൻ കണ്ടു. അച്ഛനെ അപമാനിച്ചതിന്റെ കണക്ക് തീർക്കുവാൻ താൻ ഒറ്റയ്ക്ക് പുറപ്പെട്ടതാണ് വിനയായത്. ഡോർ തുറന്നിറങ്ങാൻ അവൻ ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും ശിവജി സമ്മതിച്ചില്ല. അവിടെ ഇരിക്കെ ആശാനെ, സാറിന്റെ വീട്ടിലാരും റോക്കറ്റിൽ കയറി ചന്ദ്രനിലേക്ക് പോകുന്നതും ഒന്നുമില്ലല്ലോ. സോണി പല്ലി ഞെരിച്ച് എന്തോ പറയാൻ ഭാവിച്ചപ്പോഴേക്കും ഇന്ദ്രൻ അടുത്തെത്തി. ഒരു നിമിഷം അവനും ശിവജിയും പരസ്പരം നോക്കി നിന്നു. സംസാരമൊക്കെ പിന്നെ മതി ഇന്ദ്ര, ഈ ചേട്ടന് പോകാൻ തിടുക്കമുണ്ട്, ശിവജി ഓർമ്മിപ്പിച്ചു. അത് കേട്ടതേ ഇന്ദ്രൻ പജേറോയുടെ ഡോർ വലിച്ചു തുറന്ന് അകത്തേക്ക് കൈയിട്ട് സോണിയെ വലിച്ചു പുറത്തിട്ട് നെഞ്ചിൽ കാലമർത്തി. നായേ, എന്നെ ചുളുവിലങ്ങ് കൊന്നേക്കാമെന്ന് നീ കരുതി അല്ലേടാ? ഇന്ദ്ര, സോണിയുടെ ചുണ്ട് ചലിച്ചു. എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. കൊള്ളാം, അവൻ ചിരിച്ചു. രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ നീ 19ാമത്തെ അടവെടുത്തതാ അല്ലേ? എങ്കിൽ 20ാമത്തേത് ഞാൻ പഠിപ്പിച്ചു തരാം. ഇന്ദ്രൻ നെഞ്ചിൽ നിന്ന് കാൽ വലിച്ച് അവന്റെ പൊക്കിളിന് താഴെ ഒന്നമർത്തി. പ്രാണൻ പോകുന്നത് പോലെ സോണി നിലവിളിച്ചു. ഇന്ദ്രൻ അവനെ പിടിച്ചുയർത്തി പിന്നോട്ട് തള്ളി പജേറോയിൽ ഇടിച്ചു നിർത്തി. വണ്ടിയൊന്ന് കുലുങ്ങി. നോക്കടാ! ഇന്ദ്രൻ സോണിയുടെ ഷർട്ട് വലിച്ച് നേരെയിട്ടു. ഇനി ഇതുപോലെ തന്തയ്ക്ക് പിറക്കാഴേക്ക് വന്നാൽ ഈ ശരീരം ഞാനങ്ങ് കുത്തിക്കീറും. കരളം പണ്ടം വലിച്ച് പുറത്തിടും. പിന്നെ നിന്റെ പള്ളയിൽ വാഴനാര് നിറയ്ക്കും. മറക്കണ്ട. സോണിക്ക് മിണ്ടാനായില്ല. വാഴനാരിനേക്കാൾ നല്ലത് 2 ആനപ്പിണ്ടം കുത്തി നിറയ്ക്കുന്നതാ, ശിവജിയും പറഞ്ഞു. മോനെ, നീ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഈ ശരീരം അധികം പറ്റത്തില്ല, എനിക്കറിയാം. തൽക്കാലം ഞാനും കാണും ഇവന്റെ കൂടെ. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ തറവേലയും കൊണ്ടിറങ്ങുമ്പം അപ്പനെയും അമ്മയും കൊണ്ട് അരി വായിലിടിപ്പിച്ചേക്കണേ, കേട്ടോടാ. ഇന്ദ്രൻ സോണിയെ വണ്ടിക്കുള്ളിലേക്ക് തള്ളി. പോയി നിന്റെ തന്തയോട് വിശേഷങ്ങൾ പറ. ശിവജി താൻ വന്ന ജീപ്പ് ഒതുക്കിയിട്ട് കൊടുത്തു. സോണി വേഗം വണ്ടി വിട്ടുപോയി. ഞാൻ വന്ന ടൈം ബെസ്റ്റ് അല്ലേ അളിയ? ശിവജി തിരക്കി. തന്നെ, ഇന്നലെ ഞാൻ നിന്റെ കാര്യം ഓർത്തു. ശിവജി ഇറങ്ങി വന്ന് ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചു. ഞങ്ങളാദ്യം കൊളവള്ളിയിൽ പോയി തിരക്കി. വിവരങ്ങളൊക്കെ അറിഞ്ഞു. അവന്റെ ശബ്ദം പതറി. ഞാൻ കൂടെ ഇവിടെ ഉണ്ടായിരുന്നേൽ ഈ അനിഷ്ടങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. പോട്ടെ. ശിവജിയുടെ തോളിൽ തട്ടിക്കൊണ്ട് അവൻ കാണാതെ ഇന്ദ്രൻ കണ്ണു തുടച്ചു. വാ, വീട്ടിൽ പോകാം. എല്ലാവരും ജീപ്പിൽ കയറി. കുരുമുളക് തോട്ടത്തിനിടയിലൂടെ അത് കുമാരന്റെ വാടക വീട്ടിലേക്ക് പോയി. അതിനിടെ പരസ്പരം വിശേഷങ്ങൾ കൈമാറി തുടങ്ങി. മുറ്റത്ത് ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ആദ്യം വാതിൽക്കൽ എത്തിയത് ലക്ഷ്മിയാണ്. ശിവജിയെ കണ്ടതും ആഹ്ലാദവും അമ്പരപ്പും ഒന്നിച്ച് ആ മുഖത്ത് തെളിഞ്ഞു. എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ ലക്ഷ്മി? ശിവജി ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് നാണം പൂത്തു. അവനും കൂട്ടുകാരും തിണ്ണയിലേക്ക് കയറി ബെഞ്ചിലിരുന്നു.
ഭദ്രയും അരുണയും വാതിൽക്കൽ തലനീട്ടി. ആഹാ, വാല് വന്നോ? ഭദ്ര ചിരിച്ചു. വയനാട്ടിലുള്ളവരും ഇവളുടെ നാവ് വെട്ടിയില്ലല്ലോ ഇന്ദ്ര, ശിവജി ചോദിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു. ലക്ഷ്മി, ഇവർക്ക് വിശക്കുന്നുണ്ടാവും, ഇന്ദ്രൻ ഓർമ്മിപ്പിച്ചു. ഇപ്പം വേണ്ടടാ, ഞങ്ങള് കഴിച്ചതാ. ശിവജി അങ്ങനെ പറഞ്ഞെങ്കിലും ഭദ്ര എല്ലാവർക്കും കട്ടൻ കാപ്പിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അത് ഊതി കുടിക്കുന്നതിനിടയിൽ ശിവജി നാട്ടിലെ വിശേഷം പറഞ്ഞു. നീ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാഞ്ഞതിന്റെ പകയിൽ ശകുന്തളയെ വിശ്വനും മറ്റും കൊന്നുകളഞ്ഞടാ. ഞാനും വിട്ടില്ല, കൊന്നു അവനെ ക്രൂരമായിട്ട്, വിശ്വനെ. സത്യനേശൻ ഇപ്പോൾ പത്തനാപുരത്ത് എന്നെ തിരയുകയാവും. അപ്പോൾ അമ്മണിയമ്മയും ശാരിയുമോ ശിവജി? എല്ലാം കേട്ടുനിന്ന ലക്ഷ്മിയാണ് ചോദിച്ചത്. അവരെ തൽക്കാലം ഞാൻ ഒരിടത്ത് ഒളിപ്പിച്ചിരിക്കുക. അത്രയും വേഗമൊന്നും സത്യനേശനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇന്ദ്രൻ ശിവജിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവനത് ശ്രദ്ധിച്ചു. എന്താടാ, നീ ഒത്തിരി മാറിയിരിക്കുന്നു. അതിന് മറുപടി പറയാതെ ശിവജി ഒന്ന് ചിരിച്ചു. കരിങ്കാളിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘം ശിവജി എത്തിപ്പെടാൻ ഇടയുള്ള ഭാഗങ്ങളിലെല്ലാം അരിച്ചുപെറുക്കി നിരാശരായി സത്യനേശന്റെ മുന്നിൽ തിരിച്ചെത്തി. അവൻ ഈ ജില്ല തന്നെ വിട്ടുപോയി എന്ന കാര്യത്തിൽ തർക്കമില്ല മുതലാളി. കരിങ്കാളി തന്റെ മീശ മുകളിലേക്കൊന്ന് തടവി. എവിടെ പോയാലും ഏത് മാളത്തിൽ ഒളിച്ചാലും എനിക്കവനെ കിട്ടണം. അതിനുശേഷം നിങ്ങളിനി എന്റെ മുന്നിലേക്ക് വന്നാൽ മതി. സത്യനേശൻ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി. കൈയെത്തുന്ന അകലത്തിൽ നിന്നാണ് ശിവജിയും കുടുംബവും രക്ഷപ്പെട്ടത്. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കലിയിളകുകയാണ് സത്യനേശന്. ശിവജിയെ പിടികൂടാനായി തങ്ങൾ മുന്നോട്ട് കുതിച്ച നിമിഷത്തിലാണ് റോഡിൽ ഒരു ജീപ്പ് വന്നു നിന്നതും അതിൽ നിന്നാരോ ബൊലോറോയിലേക്ക് ബോംബ് എറിഞ്ഞതും. ഭയങ്കര ശബ്ദത്തോടുകൂടി അത് പൊട്ടിത്തകർന്നു. തീയും പുകയും, സകലരും കിടുങ്ങിപ്പോയി. ഈ നേരത്തിനുള്ളിലായിരുന്നു ശിവജിയുടെയും കുടുംബത്തിന്റെയും രക്ഷപ്പെടൽ. അവർ ആ ജീപ്പിലാണ് പോയതെന്ന് ഉറപ്പുണ്ട്. പക്ഷേ തന്റെ കാറിന് പിന്നിൽ ബൊലോറോ കത്തിയെരിഞ്ഞു കൊണ്ടിരുന്നതിനാൽ ജീപ്പിനെ പിന്തുടരാനും കഴിഞ്ഞില്ല. സത്യനേശൻ അലമാര തുറന്ന് ഒരു വിസ്കി കുപ്പി എടുത്തു. അപ്പോൾ ശശിമലക്കുന്നിന്റെ താഴ്വാരത്തുകൂടി കൈകൾ കോർത്തു പിടിച്ച് നടക്കുകയായിരുന്നു ശിവജിയും ലക്ഷ്മിയും. വാ, നമുക്കിവിടെ ഇരിക്കാം. ശിവജി ഒരു ചെറിയ പാറപ്പുറത്തിരുന്നു. ലക്ഷ്മിയെ തന്റെ അരികിൽ പിടിച്ചിരുത്തി. ഉല്ലാസവതിയായിരുന്നു ലക്ഷ്മി. തന്റെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അച്ഛനാണ് കൂടെ ഇരിക്കുന്നത്, തന്റെ സംരക്ഷകൻ. കാട് പിടിച്ചു കിടക്കുന്ന ശശിമലക്കുന്നിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അവിടെ പുലിമടയുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. അസ്തമയ സൂര്യന്റെ കിരണങ്ങളും തിളങ്ങി നിൽക്കുന്ന പൊന്തക്കാടുകളിലേക്ക് ശിവജി ഒന്ന് നോക്കി. ഒരു പുലി ഇപ്പോൾ ഇറങ്ങി വന്നാൽ നീ എന്തു ചെയ്യും? എന്റെ ശിവജിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പുലിയുടെ മുന്നിലേക്ക് ചാടും. പെട്ടെന്ന് അവൻ അവളുടെ വായി പൊത്തി. തമാശയ്ക്ക് പോലും ഇങ്ങനെയൊന്നും പറയരുത് പെണ്ണെ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ തരളിതയായി. അവനെ പതുക്കെ തന്റെ മടിയിലേക്ക് ചായ്ച്ചു കിടത്തി. അവൻ അവളുടെ വയറ്റിൽ മുഖം കൊണ്ട് ഉരസി. മീശ കൊണ്ട് ഇക്കിളിയെടുത്തപ്പോൾ അവൾ പുളഞ്ഞുപോയി. എന്റെ മോന് സുഖമാണോ? അവൻ അവളുടെ വയറ്റിൽ ഒരു ഉമ്മ കൊടുത്തു. മോനാണെന്നങ്ങ് തീരുമാനിച്ചോ? അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ചിണുങ്ങി. എനിക്കുറപ്പാ. സമയം കടന്നു പോകുന്നത് ഇരുവരും അറിഞ്ഞില്ല. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. വെയിൽ മാഞ്ഞു തുടങ്ങി. അവൾ തിരക്കി. വേണ്ട, നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം. എനിക്ക് 100 വട്ടം സമ്മതമാ. അവൾ ഒന്നുകൂടി അവനെ കെട്ടിപ്പിടിച്ചു. തൽക്കാലം ഇത്രയും മതി. ഞങ്ങള് പ്രായമുള്ളവർ നിങ്ങളുടെ കല്യാണം നടത്തി തരാം. അത് കഴിഞ്ഞ് നിങ്ങൾ എത്ര നേരം വേണേലും ഇരുന്നോ. പിന്നിൽ ഒരു ശബ്ദം കേട്ട് ഇരുവരും ഞെട്ടിത്തിരിഞ്ഞു. സുഗുണൻ. ശോ, ചിറ്റപ്പൻ. ലക്ഷ്മി ചാടി എഴുന്നേറ്റു. സുഗുണൻ തലയൊന്നാട്ടി. തൽക്കാലം ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല. ശിവജിയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു. ഇയാളെ വിശ്വസിച്ചുകൂടാ, ശിവജി പിറുപിറുത്തു. സുഗുണൻ അവിടെ നിന്ന് നേരെ പോയത് ഇത്താപ്പു മുതലാളിയുടെ അടുത്തേക്കാണ്. അയാളെ കണ്ടതേ ഇത്താപ്പു അലറി. ആരാടാ പുതിയ വിരുന്നുകാരൻ? എന്റെ മോനെതിരെ പുതിയ യുദ്ധത്തിന് നിന്റെ ചേട്ടന്റെ സന്തതി ഇറക്കുമതി ചെയ്തതാണോ? എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് മുതലാളി. സുഗുണൻ വിനയാന്വിതനായി. ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാ. ഇന്ദ്രന്റെ വലം കയ്യ അവനെന്നുള്ളത് നേര്. പക്ഷേ ലക്ഷണം കണ്ടിട്ട് നമ്മൾ വളയ്ക്കുന്ന പോലെ വളയുമെന്നാ തോന്നുന്നത്. നീ പറഞ്ഞു വരുന്നത്? ഇത്താപ്പ് നെറ്റി ചൊളിച്ചു. ശിവജി നമ്മുടെ കൂടെ നിന്നാൽ കൊള്ളില്ലേ? അവനൊരു ചുണക്കുട്ടിയാ. അത് നടക്കുമോടാ? നടക്കും, ഞാൻ നടത്തും. ബാക്കിയൊക്കെ മുതലാളി നോക്കിക്കോണം. അത് ഞാനേറ്റു. എങ്കിലവനെ മുതലാളിയുടെ മുന്നിൽ ഈ സുഗുണൻ എത്തിച്ചു തരും. ഇത്താപ്പ് പെട്ടെന്ന് അകത്തു പോയി. തിരിച്ചു വരുന്നത് ഒരു കെട്ട് നോട്ടുമായിട്ടാണ്. ഇന്നാ, ഇത് അതിനുള്ള അഡ്വാൻസാ. സന്തോഷത്തോടെ സുഗുണൻ അത് വാങ്ങി. രാത്രി ജനകീയ സേനക്കാരിൽ പലരും ഇന്ദ്രന്റെ വീട്ടിലെത്തി. പുതിയ അതിഥികളെ പരിചയപ്പെട്ടു. ഇനി ശിവജിയും മറ്റും അവിടെ കാണുമെന്നറിഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായി. നമ്മുടെ സേനയിൽ ആള് കൂടുകയാണ്, ചാക്കോച്ചേട്ടൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. വിഭവസമൃദ്ധമായ അത്താഴമായിരുന്നു. ശിവജിയും കൂട്ടരും വരാന്തയിൽ പായ് വിരിച്ചു. അവനെയൊന്ന് നോക്കിയിട്ട് ലക്ഷ്മിയും അകത്തേക്ക് പോയി. ഇന്ദ്രൻ ഒരു ബീഡി കത്തിച്ചുകൊണ്ട് മുറ്റത്തുകൂടി നടന്നു. ശിവജി എഴുന്നേറ്റ് ചെന്നു. എന്താടാ ഇത്ര വലിയ ആലോചന?
എനിക്കിവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ശിവജി. നടത്തം നിർത്തി അവൻ മഞ്ഞ് വീണ് തുടങ്ങിയ വാഴത്തോട്ടത്തിലേക്ക് നോക്കി നിന്നു. ശിവജി അവന്റെ തോളിൽ കൈവച്ചു. എല്ലാം എന്നോട് പറ, പരിഹാരം കാണാൻ ഞാനുമുണ്ടല്ലോ ഇവിടെ. അല്പനേരം മിണ്ടാതെ നിന്നിട്ട് ശിവജിയോട് ഇന്ദ്രൻ എല്ലാം പറഞ്ഞു. ഇത്താപ്പുവിനെയും പാഞ്ചാലിയെയും കൃഷ്ണനെയും കുറിച്ച്, എസ് ഐ ഇന്ദുചൂടനെ കുറിച്ച്, ഞായറാഴ്ച നടത്താൻ പോകുന്ന ആക്രമണത്തെക്കുറിച്ച്. അവൻ ഇന്ദ്രന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഉയിര് ഞാനും എന്റെ ആൾക്കാരുമുണ്ട് നിങ്ങളുടെ കൂടെ, കൊല്ലാനും കൊടുക്കാനും. പക്ഷേ അതിന് പാഞ്ചാലിയുടെയും മറ്റും സമ്മതം വേണം. എങ്കിൽ നമുക്കങ്ങോട്ട് പോകാം, ഇന്ദ്രൻ ഒന്ന് മൂളി. അതിനു മുൻപ് എസ് ഐ ഇന്ദുചൂടൻ മരിച്ചിട്ടുണ്ടോ എന്നറിയണം. ഇല്ലെങ്കിൽ ഇന്ന് അയാൾക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ദിവസമാണ്. ജീവനോടെ അടക്കം ചെയ്തതിന്റെ 3-ാം ദിവസം. ഇന്ദ്രൻ പറഞ്ഞു നിർത്തിയതും ഒരു വാഹനത്തിന്റെ വെളിച്ചം മരങ്ങളെ തഴുകിയെത്തുന്നത് കാണായി. അത് വന്ന് റോഡിൽ നിന്നു. ഒരു ജീപ്പ്. ജംബു ഇറങ്ങി വന്നു. പോകണ്ടേ ഇന്ദ്ര? പോകാം. അവർക്കൊപ്പം ശിവജിയും പോയി. ചെതലയം. ഇടത്തേക്ക് തിരിഞ്ഞ് വെട്ടുവഴിയിലൂടെ ജീപ്പ് മുന്നോട്ടു പോയി. അല്പമകലെ വാൽമീകം കണ്ടപ്പോൾ ജംബു ജീപ്പ് നിർത്തി. ഇന്ദ്രൻ ജാക്കി ലിവർ എടുത്തു. പിന്നെ മൂവരും കൂടി മരക്കുറ്റിയെ ചിതൽ വിഴുങ്ങിയിരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. ജംബു ടോർച്ച് തെളിച്ചു. വാൽമീകത്തിൽ ഇടയ്ക്കിടെ വിള്ളലുണ്ടായിരുന്നു. മരണപരാക്രമത്തോടെ ഇന്ദുചൂടൻ പിടഞ്ഞപ്പോൾ സംഭവിച്ചതാവാം അതെന്ന് തോന്നി. ജാക്കി ലിവർ കൊണ്ട് ഇന്ദ്രൻ വാൽമീകം കുത്തിപ്പൊളിച്ചു. മൺകട്ടകൾ ചിതറി വീണു. അതിനുള്ളിൽ ചിതലിൽ പൊതിഞ്ഞ ഒരു മനുഷ്യൻ. കാക്കി മുഴുവൻ ചിതലെടുത്തിരുന്നു. മൂവരും ചേർന്ന് ഇന്ദുചൂടനെ വലിച്ചു പുറത്തിട്ടു. ഇന്ദ്രൻ അയാളുടെ മൂക്കിനു മുകളിൽ കൈവച്ചു നോക്കി. നേരിയ ശ്വാസമുണ്ട്. മലമൂത്ര വിസർജനങ്ങളുടെ കടുത്ത ദുർഗന്ധം. ശരീരത്തിൽ പോലും കടിച്ചു പറ്റിയിരിക്കുകയാണ് ചിതലുകൾ. എന്റെ അമ്മയെ ചവിട്ടിക്കൊന്ന നിനക്ക് തരാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാടാ ഇത്. ഇന്ദ്രൻ പിറുപിറുത്തു. അവർ അയാളെ എടുത്ത് ജീപ്പിലിട്ടു. മണ്ണുകൊണ്ടൊരു വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെയായിരുന്നു അയാൾ. തിരികെ റോഡിലെത്തിയ ജീപ്പിൽ നിന്ന് ഇന്ദുചൂടനെ ഇറക്കി ഓടയുടെ കരയിൽ കിടത്തി. മരിക്കുന്നതിന് മുൻപ് നിന്നെ ആരെങ്കിലും കാണണം. ആശുപത്രിയിൽ എത്തിക്കണം. ഭാഗ്യമുണ്ടെങ്കിൽ നിനക്ക് ജീവിക്കാം. ഇന്ദ്രൻ ഒന്ന് കാറി തുപ്പി. ജീപ്പിൽ അവർ മടങ്ങി. പിറ്റേന്ന് രാവിലെ CI ജോൺ സക്കറയ്ക്ക് പുൽപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നു. അത്യാസന്ന നിലയിൽ SI ഇന്ദുചൂടനെ അവിടെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. വേഗം യൂണിഫോം അണിഞ്ഞ് ജോൺ സക്കറിയ ഹോസ്പിറ്റലിലെത്തി. ICUവിലായിരുന്നു ഇന്ദുചൂടൻ. CI ഡോക്ടറുമായി സംസാരിച്ചു. ഇന്ദുചൂടന് സ്വബോധം വീണ്ടും കിട്ടിയിട്ടില്ലെന്നും അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും അറിഞ്ഞു. ശരിക്കും എന്താണ് അയാൾക്ക് പറ്റിയത്? ശവക്കുഴിയിൽ നിന്നെടുത്തു കൊണ്ടുവന്നതുപോലെയായിരുന്നു അയാൾ. എന്താണുണ്ടായതെന്ന് അറിയണമെങ്കിൽ അത് അയാൾ തന്നെ പറയേണ്ടി വരും. ഡോക്ടർ പറഞ്ഞപ്പോൾ ചിന്താഭാരത്തോടെ CI നിന്നു. അന്ന് ഉച്ചയോടുകൂടി മുള്ളംകൊല്ലി കൊട്ടാരത്തിന് മുറ്റത്ത് ഒരു ജീപ്പ് വന്ന് നിന്നു. ഇത്താപ്പ് മുതലാളി വൈരനോട് സംസാരിച്ചുകൊണ്ട് മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇരുവരും ചുളിഞ്ഞ നെറ്റിയോടെ ജീപ്പിലേക്ക് നോക്കി. അതിൽ നിന്ന് ശിവജിയും സുഗുണനും ഇറങ്ങി. സുഗുണൻ അവന്റെ കാതിൽ എന്തോ പറഞ്ഞു. അവൻ ഇത്താപ്പുവിന്റെ മുന്നിലെത്തി. ഞാൻ ശിവജി. സുഗുണൻ ചിറ്റപ്പൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അതേക്കുറിച്ച് അറിയാൻ വന്നതാ. ഇത്താപ്പു ആളിനെ അളക്കം മട്ടിൽ അവനെ ഒന്ന് നോക്കി. ആരെയും കൂസാത്ത ഭാവം. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അതൊക്കെ പിന്നീട്, ആദ്യം കാര്യം തുറന്നു പറ, ശിവജി അലക്ഷ്യനായി പറഞ്ഞു. എനിക്ക് എന്താണ് ഗുണം? നീ ചോദിക്കുന്നതെന്തും. ഇത്താപ്പു ആഹ്ലാദവാനായി. എങ്കിൽ അകത്തേക്ക് കയറാം. ഇത്താപ്പുവിന്റെ പിന്നാലെ ശിവജി സിറ്റൗട്ട് പിന്നിട്ട് അകത്തേക്ക് കാൽ വെച്ചു. അടുത്ത നിമിഷം മുന്നിൽ നിന്നൊരടിയേറ്റ് അവൻ പിന്നോട്ട് മറിഞ്ഞു. മുറ്റത്ത് നിന്നിരുന്ന വൈരനും മറ്റെവിടെയൊക്കെയോ മറിഞ്ഞിരുന്നതുപോലെ വേറെ 4-5 പേരും അവന്റെ മേൽ ചാടി വീണു. അധ്യായം 44. വീണിടത്തു നിന്ന് ശിവജി ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും പിന്നിലൂടെ വന്ന വൈരൻ അവന്റെ ഇടുപ്പിലൂടെ മുന്നോട്ട് കൈകടത്തി വട്ടം പിടിച്ചു. മുന്നിലൂടെ എത്തിയ മറ്റു ഗുണ്ടകൾ അവനെ ആക്രമിക്കാനാഞ്ഞു. വൈരനിൽ ബലം അമർത്തിക്കൊണ്ട് ശിവജി ചാടി ഉയർന്നു. നെഞ്ചിൽ ഊക്കോടെ ചവിട്ടേറ്റ് ഗുണ്ടകൾ ചിതറി. സമയം ഒട്ടും പാഴാക്കാതെ ശിവജി തന്റെ കൈകൾ മുന്നോട്ട് നീട്ടിയിട്ട് പത്തികൾ ചുരുട്ടി കൈമുട്ടുകൾ ഒരേപോലെ പിന്നിലേക്ക് ഇടിച്ചിറക്കി. വൈരന്റെ നിലവിളി, ഒപ്പം അയാളുടെ വാരിയല്ലുകൾ പൊട്ടുന്നത് പോലെ ഒരു ശബ്ദവും. സിറ്റൗട്ടിന്റെ കൈവരിയിലേക്ക് പിടിവിട്ട് ചാഞ്ഞ വൈരന്റെ കാലുകൾ ശിവജി വെട്ടിത്തിരിഞ്ഞ് ഉയർത്തിവിട്ടു. അയാൾ മുറ്റത്തേക്ക് മലർന്നു വീണു. അപ്പോൾ മറ്റു ഗുണ്ടകൾ വീണ്ടും കുതിച്ചെത്തി. ആദ്യം വന്നവന്റെ മൂക്കിന്റെ പാലം ഒറ്റയിടിക്ക് അവൻ ചതച്ചു. മറ്റുള്ളവരെ അടിച്ചു വീഴ്ത്തി. മുന്നിൽ കിടന്നിരുന്നവന്റെ മുകളിലൂടെ അവന്റെ കാൽ വാതിൽക്കലേക്ക് വെച്ചു. നേർത്ത ചിരിയോടെ നിൽക്കുകയായിരുന്നു ഇത്താപ്പു മുതലാളി. പൊടുന്നനെ അവനും അയാൾക്കും ഇടയിലേക്ക് ഒരാൾ നീങ്ങി നിന്നു. സോണി. തന്നെ ആദ്യം ആക്രമിച്ചത് അവനാണെന്ന് ശിവജി തിരിച്ചറിഞ്ഞു. എന്നെ തല്ലാൻ മാത്രം നീ വളർന്നോടാ നായേ, അലറിക്കൊണ്ട് ശിവജി സോണിക്ക് നേരെ കൈ ചൂണ്ടി. ചിതറി വീണ ഗുണ്ടകൾ വീണ്ടും ചീറിയെത്തി. സോണിയുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ശിവജി സിറ്റൗട്ടിലേക്ക് വലിച്ചിറക്കി. പെട്ടെന്ന് ഇത്താപ്പ് ഉറക്കെ ചിരിച്ചുകൊണ്ട് കൈയടിച്ചു. മതി. ശിവജിക്ക് ഒന്നും പിടികിട്ടിയില്ല. നേർത്ത ചിരിയോടെ ഇത്താപ്പു തുടർന്നു. ഇതൊരു പരീക്ഷണമായിരുന്നു ശിവജി. അങ്കത്തട്ടിലേക്ക് കയറുന്നതിന് മുൻപ് ചേകവന്റെ ശക്തി അറിയുന്നതിനുള്ള ചെറിയൊരു പരീക്ഷണം.
നീ വിജയിച്ചിരിക്കുന്നു. പക്ഷേ ശിവജിക്ക് രോഷമടങ്ങിയില്ല. അതിന് എന്റെ പരീക്ഷണം തീർന്നിട്ടില്ലല്ലോ മുതലാളി. കൈവച്ചു പോയാൽ കല്ലും നെല്ലും വേർതിരിക്കണം എനിക്ക്. അതാ എന്റെ രീതി. പറഞ്ഞതും അവൻ സോണിയുടെ കവളടക്കം ഒന്ന് പൊട്ടിച്ചു. ഇത് നേരത്തെ നീ എനിക്ക് തന്നതിന് പകരമാ. ഇപ്പം ഒപ്പത്തിനൊപ്പം സമാസമം. കണ്ണിലൂടെ പൊന്നീച്ചകൾ പറന്നെങ്കിലും സോണി തരിച്ചു നിന്ന് പോയി. ഇത്താപ്പൂന്റെ കണ്ണുകളൊന്ന് കുറുകി വിടർന്നു. രോഷമടക്കി അപ്പോഴും അയാൾ ചിരിച്ചു. ശിവജിക്ക് ഇനി അകത്തേക്ക് വരാം. അമർത്തിയൊന്ന് മോളിയിട്ട് സോണിയെ അടിമുടി നോക്കിക്കൊണ്ട് ഇത്താപ്പൂവിന്റെ പിന്നാലെ അവൻ മുള്ളംകൊല്ലി കൊട്ടാരത്തിലേക്ക് കയറി. അപ്പോൾ എതിരെ വരുന്നുണ്ടായിരുന്നു സമയ. അവളുടെ നെറ്റി ചുളിഞ്ഞു. ഒരു നിമിഷം ശിവജിയും അവളെ കണ്ണുകൾ കൊണ്ടളന്നു. ചുവന്ന ടീഷർട്ടും ഇറുകിയ ജീൻസുമാണ് വേഷം. സൂക്ഷിച്ചോണേ ഡാഡി, അകത്ത് കയറ്റിയിരുത്തി കഴിഞ്ഞിട്ട് ഒടുക്കം പാരയാകരുത്. ഇത്താപ്പു കുറ്റപ്പെടുത്തും മട്ടിൽ അവളെ ഒന്ന് നോക്കി. അവൾ പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഒന്ന് നിന്നേ, ശിവജി പറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി. അകത്തുള്ളതിന്റെ അത്ര വിഷം കാണത്തില്ല പുറത്തുള്ളതിന്. അവൾ മുഖം വെട്ടിത്തിരിച്ച് നടന്നു. അവള് പറഞ്ഞത് നീ കാര്യമാക്കണ്ട, വാടാ. ഇത്താപ്പു അവന്റെ കരം കവർന്നു. പക്ഷേ ശിവജി തന്റെ കൈ വലിച്ചെടുത്തു. നോക്ക്, എടാ പോടാന്നൊന്നും എന്നെ കയറി വിളിച്ചേക്കരുത്. എന്റെ സ്വഭാവം ചിലപ്പോൾ എനിക്ക് തന്നെ പിടിക്കത്തില്ല. ഓ സോറി, ഒന്ന് വിളറിയെങ്കിലും ഇത്താപ്പു പറഞ്ഞു. ശീലിച്ചു പോയി. അത് നല്ല ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കാഞ്ഞിട്ടാ. അവൻ മീശയിൽ പതുക്കെ തടവി. ഇണങ്ങാത്ത ഒരു പുലിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ഇത്താപ്പുവിന് തോന്നി. ശിവജി വന്നിരിക്കി. അയാൾ സ്നേഹത്തോടെ അവനെ ഒരു സെറ്റിയിലിരുത്തി. എതിരെ അയാളും. വിളർച്ചയോടെയാണെങ്കിലും സോണിയും അവിടെ വന്നിരുന്നു. ശിവജിക്കറിയാമോ, ഈ മുള്ളംകൊല്ലിയിലെ രാജാവായിരുന്നു ഞാൻ. പക്ഷേ ആ ഇന്ദ്രൻ, അവൻ കാരണം എനിക്കിപ്പോൾ ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ വയ്യാതായി. അത് കയ്യിലിരിപ്പ് കൊണ്ടല്ലേ? മുഖത്തടിക്കും പോലെ അവൻ തിരക്കി. കുഞ്ഞൻ കർത്തായെയും കുടുംബത്തെയും വാരിക്കുന്തത്തിൽ കോർത്തിട്ട് ഇതൊക്കെ സ്വന്തമാക്കിയപ്പോൾ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കണമായിരുന്നു. ഇത്താപ്പു വായും പിളർന്ന് ഇരുന്നു പോയി. സകല ചരിത്രവും ശിവജി അറിഞ്ഞിരിക്കുന്നു. പക്ഷേ കർത്തായുടെ കുടുംബത്തിൽ ഒരാൾ ഇനിയും അവശേഷിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ അല്ലേ? അവൾ നിങ്ങളെ കൊല്ലും. ചോര ആവിയായി പോയതുപോലെ ഇത്താപ്പു വിളറി. ശിവജി, എനിക്ക് നിന്നെ വേണം. നീയാണ് എന്റെ സൈന്യാധിപൻ. ബലിമൃഗം എന്ന് പറയുന്നതല്ലേ കൂടുതൽ ശരി. അവനും ഒരു സിഗരറ്റ് കത്തിച്ച് പുകയൂതി. അതുപോട്ടെ, കൂടെ നിന്നാൽ എനിക്കെന്ത് തരും? നീ ചോദിക്കുന്നത്, ക്ഷമിക്കണം, ശിവജി ചോദിക്കുന്നത്. മറുപക്ഷത്ത് ഇന്ദ്രനാണ് എന്റെ കൂട്ടുകാരൻ. അറിയാം, അവൻ ഇല്ലാതാകണം. അതിന് നീ എന്നെ സഹായിക്കാമോ? മറുപടി പറയാതെ ശിവജി എഴുന്നേറ്റു മുറിയിലൂടെ ഒന്ന് നടന്നു. പെട്ടെന്ന് തിരിഞ്ഞു തിരക്കി. ചതിക്ക് കൂലി കൂടും, അറിയാമല്ലോ. അറിയാം. അവൻ ജനാലയ്ക്കൽ ചെന്ന് നിന്ന് പുറത്തേക്ക് നോക്കി. സപ്പോട്ട മരത്തിന് കീഴിൽ സുഗുണനും ഗുണ്ടകളും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. മെല്ലെ തിരിഞ്ഞ് അവൻ പല്ലമർത്തി. ഇന്ദ്രൻ, എന്റെ ടാർജറ്റിൽ അവനുമുണ്ട്. വർഷങ്ങളായി പക മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണ് ഞാൻ. അവന്റെ ഇഞ്ചിഞ്ചായിട്ടുള്ള മരണം കാണാൻ. ഒരു പിടി ചോറിലും ചിക്കൻ കഷണത്തിലും തുടങ്ങിയ പക. ശിവജിയുടെ കണ്ണുകൾ കത്തിയെരിഞ്ഞു. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. പക്ഷേ കാര്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ചതിച്ചാൽ മുള്ളംകൊല്ലി കൊട്ടാരം പിന്നെ ഇവിടെ കാണത്തില്ല. കുളംകോരി ആഫ്രിക്കൻ മുഷിയെ വളർത്തും ഞാൻ, മറക്കരുത്. ശിവജിക്ക് എന്നെ വിശ്വസിക്കാം. എഴുന്നേറ്റ് അകത്തേക്ക് പോയിട്ട് തിരികെ വന്ന ഇത്താപ്പു ഒരു ചെക്ക് ലീഫ് നീട്ടി. ശിവജിക്ക് ഇഷ്ടമുള്ള തുക എഴുതിയെടുക്കാം. അത് വേണ്ട, തൽക്കാലം കയ്യിലിരിക്കട്ടെ. ചോദിച്ചു വാങ്ങുന്നതാ എനിക്കിഷ്ടം. അവൻ മടങ്ങി. യാത്രക്കിടയിൽ സുഗുണനോ അവനോ ഒന്നും മിണ്ടിയില്ല. രാത്രിയിൽ ഇന്ദ്രൻ ശിവജിയെയും കൂട്ടി വനത്തിൽ പോയി. പാഞ്ചാലിയെയും കൃഷ്ണനെയും ഗുരുക്കളെയും മറ്റും കണ്ടു. പാഞ്ചാലിയുടെ സൈന്യത്തിന്റെ ആവേശവും ശരീരബലവും കണ്ടപ്പോൾ ശിവജിക്ക് ഒരു പരിങ്ങൽ ഉണ്ടാകാതിരുന്നില്ല. ശിവജിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്ദ്രൻ അവരോട് പറഞ്ഞു. ഇന്ദ്രന്റെ കൂട്ടുകാരനെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പാഞ്ചാലി അവനെ അളക്കം മട്ടിൽ ഒന്ന് നോക്കി. മുൻപരിചയമില്ലെങ്കിലും ഇന്ദ്രൻ പറഞ്ഞതുകൊണ്ട് മാത്രം. കാരണം ഇതൊരു ഞാണിന്മേൽ കളിയാണ്. ഒരൽപ്പം പിഴച്ചു പോയാൽ വർഷങ്ങളായി ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന പകയുടെ കനലുകളാണ് അണഞ്ഞു പോകുന്നത്. ഉള്ളിൽ ദേഷ്യം തിളച്ചു മറിഞ്ഞെങ്കിലും ശിവജി അതടക്കി. നിങ്ങൾക്കൊക്കെ ഇന്ദ്രനെ പോലെ തന്നെ എന്നെയും വിശ്വസിക്കാം പാഞ്ചാലി. കാരണം ഞങ്ങൾ ശരീരം കൊണ്ട് രണ്ടാണെങ്കിലും മനസ്സുകൊണ്ട് ഒന്നാണ്. മതി, അത് മതി. പാഞ്ചാലി ഹൃദയം നിറഞ്ഞ മട്ടിൽ ചിരിച്ചു. ശിവജിയുടെ രക്തയോട്ടത്തിന് വേഗതയേറുവാൻ ആ ചിരി മാത്രം മതിയായിരുന്നു. എന്തൊരു സൗന്ദര്യമാണിവൾക്ക്, അവൻ കണക്കുകൂട്ടി. ഞായറാഴ്ച രാത്രി ഇവൾ ഉറങ്ങുന്നത് തന്റെ കൂടെയായിരിക്കണം. അവളിൽ നിന്ന് കണ്ണുമാറ്റാനേ കഴിഞ്ഞില്ല അവന്. ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ നീ അവളെ കെട്ടുമോ ഇന്ദ്ര? നദിക്കരയിലെത്തിയപ്പോൾ അവൻ തിരക്കി. ഒന്നും തീരുമാനിച്ചിട്ടില്ല. നീ എന്തു പറയുന്നു? ഇന്ദ്രൻ ഒരു കല്ലിലേക്ക് ചാടി. കെട്ടണം, ആരോരുമില്ലാത്തവളല്ലേ പാഞ്ചാലി. ഇന്ദ്രൻ മിണ്ടിയില്ല. മുന്നിലെ മുള്ളുകളും കുറ്റിക്കാടുകളെയും വകഞ്ഞുമാറ്റി അവർ നടന്നു. ചീവീടുകളുടെയും തവളകളുടെയും മാത്രം ശബ്ദം. രാവിലെ CI ജോൺ സക്കറിയയ്ക്ക് ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നു.
എസ് ഐ ഇന്ദുചൂടൻ കണ്ണു തുറന്നിരിക്കുന്നു. ഉടൻ തന്നെ അയാൾ ആശുപത്രിയിലേക്ക് പോയി. അവിടെ എത്തുമ്പോൾ കണ്ണു തുറന്ന് ഫാനിലേക്ക് നോക്കിക്കിടക്കുകയാണ് ഇന്ദുചൂടൻ. ഇന്ദുചൂടാ, ജോൺ സക്കറിയ വിളിച്ചു. തീക്കൊള്ളി കൊണ്ട് കുത്തുകിട്ടിയതുപോലെ ഇന്ദുചൂടൻ കിടുങ്ങിത്തിരിഞ്ഞു. ഇന്ദുചൂടൻ ഒരു 90-കാരനെപ്പോലെ വൃദ്ധനായിരിക്കുന്നതായി തോന്നി സിഐക്ക്. കണ്ണുകൾ കുഴിഞ്ഞ് കവിളുകളൊട്ടി, ചോരമയമില്ലാത്ത മുഖവും ഷേവ് ചെയ്യാത്ത താടിയുമായി, തലമുടി നരച്ചു തുടങ്ങിയിരിക്കുന്നത് പോലെ. ഞാനാ ജോൺ. കിടക്കയിൽ ഇരുന്നു കൊണ്ട് അയാൾ എസ് ഐയുടെ കരം കവർന്നു. പക്ഷേ അത് വലിച്ചെടുക്കാൻ ഇന്ദുചൂടൻ ദുർബലമായി ഒരു ശ്രമം നടത്തി നോക്കി. ആ ഉടൽ അപ്പോഴും വിറയ്ക്കുന്നുണ്ടെന്ന് സിഐ അറിഞ്ഞു. നിനക്കെന്താ പറ്റിയത്? എന്റെ അടുത്തേക്ക് വരുന്ന വഴി ഭദ്ര എങ്ങനെ നഷ്ടപ്പെട്ടത്? പൊടുന്നനെ ഇന്ദുചൂടൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ശിരസ് തലയിണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചു. ഏതോ ഭീകരരംഗം കാണുന്നത് പോലെ. പറ ഇന്ദുചൂട, ഒരുത്തനെയും വെറുതെ വിടത്തില്ല ഞാൻ. വേണ്ട വേണ്ട സാർ, പുഴഞ്ഞ ശബ്ദത്തിൽ അയാൾ എതിർത്തു. എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല. ഇതൊരപേക്ഷയാ സാറേ. ഇതിന്റെ പേരിൽ ആരെയും ഉപദ്രവിക്കണ്ട. എനിക്കൊരപകടം പറ്റിയതാ. ഭാഗ്യത്തിന് ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. അയാളുടെ ഓരോ ഭാവവും ശ്രദ്ധിക്കുകയായിരുന്നു ജോൺ സക്കറിയ. അയാൾ വല്ലാതെ ഭയന്നിരിക്കുന്നു. നടന്ന സംഭവത്തിന്റെ ഓർമ്മ തന്നെ അയാളെ നടക്കുന്നു. ഒരു പക്ഷേ ഇതൊരു ചിത്തഭ്രമത്തിന്റെ ആരംഭമായേക്കുമോ? എങ്കിലും സത്യം അറിയണമല്ലോ. ഇന്ദ്രൻ, വഴിക്ക് വെച്ച് നീ അവനെ കണ്ടോ? ഇന്ദുചൂടന്റെ ഉടൽ ശക്തമായി വെട്ടിപ്പിടഞ്ഞു. ഇല്ല, ഞാൻ ആരെയും കണ്ടില്ല. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് ഞാൻ. മരിക്കാൻ പേടിയാ സാറേ എനിക്ക്. ഇനി എനിക്ക് ഈ കാക്കി വേണ്ട, ജോലി വേണ്ട. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നങ്ങ് പോയാ മതി. ഇനിയൊന്നും പറയാനില്ലെന്ന ഭാവത്തിൽ അയാൾ മുഖം തിരിച്ചു കിടന്നു. അല്പനേരം കൂടി അയാളെ നോക്കിയിരുന്നിട്ട് ജോൺ സക്കറിയ എഴുന്നേറ്റു. പോട്ടെ. മറുപടി കിട്ടിയില്ല. പുറത്തേക്ക് നടക്കുമ്പോൾ അയാൾക്ക് ഒരു കാര്യം തീർച്ചയായിരുന്നു. ഇന്ദ്രനാണ് ഇന്ദുചൂടനെ ഇത്തരത്തിലാക്കിയത്. പക്ഷേ ആര് ചോദിച്ചാലും ഇയാളൊന്നും പറയാൻ പോകുന്നില്ല. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ സുഗുണൻ സീതാ മൗണ്ടിൽ ഇന്ദ്രനും മറ്റും താമസിക്കുന്ന വീട്ടിലെത്തി. ഇന്ദ്രൻ പുറത്തെങ്ങോ പോയിരിക്കുകയാണ്. സുഗുണന്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടായിരുന്നു. മോളെ ലക്ഷ്മി, മുറ്റത്തുനിന്ന് അയാൾ വിളിച്ചു. എന്തോ? തലേന്ന് ശരിക്ക് ഉറങ്ങാത്തതിനാൽ വരാന്തയിൽ പുൽപ്പായിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന ശിവജി തലയുയർത്തി നോക്കി. ആഹാ, ചിറ്റപ്പനോ? എന്താ ബാഗിൽ? കുറച്ച് മ്ലാവിറച്ചിയാ. എങ്ങനെ സംഘടിപ്പിച്ചു? അവൻ സന്തോഷത്തോടെ എഴുന്നേറ്റിരുന്നു തിരക്കി. സംഗതി പരമരഹസ്യമാ. വനത്തിൽ കുരുക്ക് വെച്ച് മ്ലാവിനെ വീഴ്ത്തുന്ന ചിലരുണ്ട് ഇവിടെ, എന്റെ പരിചയക്കാര്. അവരിൽ നിന്ന് വാങ്ങിയതാ. ലക്ഷ്മി വാതിൽക്കലെത്തിയിരുന്നു. ഇന്നാ മോളെ, ശിവജി വന്ന ശേഷം ആദ്യമായിട്ട് കിട്ടിയ കാട്ടിറച്ചിയാ. സുഗുണൻ ബാഗ് നീട്ടി. ലക്ഷ്മി മടിച്ചു നിന്നു. വാങ്ങു ലക്ഷ്മി, ശിവജി പ്രോത്സാഹിപ്പിച്ചു. അവന്റെ വാക്കുകളെ ധിക്കരിക്കാനുള്ള തന്റെ ഇടം ലക്ഷ്മിക്കുണ്ടായിരുന്നില്ല. അതുമായി അവൾ അകത്ത് ചെല്ലുമ്പോൾ എല്ലാം കണ്ടും കേട്ടും നിൽക്കുകയായിരുന്നു അരുണ. വേണ്ടിയിരുന്നില്ല ചേച്ചി, അവൾ പറഞ്ഞു. അരുണേ, ഞാൻ... എനിക്കറിയാം, ശിവജിയേട്ടൻ പറഞ്ഞതുകൊണ്ട് അല്ലേ? അവൾ തലയാട്ടി. കുറച്ചു കഴിഞ്ഞപ്പോൾ റോഡിനപ്പുറത്തെ കട്ടിങ്ങിൽ പോയിരുന്ന് ശിവജിയും സുഗുണനും സംസാരിക്കുന്നതും ചിരിക്കുന്നതുമൊക്കെ അരുണ കണ്ടു. അവളുടെ നെറ്റി ചുളിഞ്ഞു. വൈകിട്ട് അത്താഴത്തിന് സുഗുണനുമുണ്ടായിരുന്നു. അയാൾ യാത്ര പറഞ്ഞു പോകുകയും ചെയ്തു. വീടിന് പിന്നിലെ വാഴച്ചുവട്ടിലിരുന്ന് പാത്രം കഴുകി എഴുന്നേൽക്കുമ്പോൾ മുന്നിൽ ശിവജിയെ കണ്ട് ലക്ഷ്മി പരിഭ്രമിച്ചു. എന്താ ശിവജി? എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ നീ ഇറങ്ങി വരണം, ചിലത് പറയാനുണ്ട്. അവൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. ഇന്ദ്രേട്ടൻ അറിഞ്ഞാൽ? അറിയരുത്. അവൻ വീടിന് മുന്നിലേക്ക് പോയി. അവൾ അവിടെ തന്നെ സംശയിച്ചു നിന്നു. എന്താ ചേച്ചി പ്രതിമ പോലെ നിൽക്കുന്നത്? അരുണയുടെ ചോദ്യം കേട്ടപ്പോൾ ഞെട്ടിയതുപോലെ അവൾ തിരിഞ്ഞു. ഒന്നുമില്ല. പിന്നീട് അവൾ ചിന്തിച്ചത് അരുണയോട് ഇക്കാര്യം പറയണോ വേണ്ടയോ എന്നാണ്. പറഞ്ഞാൽ അരുണ സമ്മതിക്കത്തില്ലെന്ന് അവൾക്കറിയാം. ഭദ്ര കിടന്നു കഴിഞ്ഞിരുന്നു. വരാന്തയിലിരുന്ന് ശിവജിയും മറ്റുമായി സംസാരിക്കുകയാണ് ഇന്ദ്രൻ. കുറെ കഴിഞ്ഞപ്പോൾ അവനും അകത്ത് കയറി വാതിലടച്ചു. അരുണ ഉറങ്ങിക്കഴിഞ്ഞെന്ന് ലക്ഷ്മിക്ക് ഉറപ്പായി. ശിവജി പറഞ്ഞതുപോലെ ചെയ്യണോ വേണ്ടയോ? ചെയ്യാതിരുന്നാൽ? ലക്ഷ്മി പലവട്ടം എഴുന്നേറ്റിരിക്കുകയും കിടക്കുകയും ചെയ്തു. സർവത്ര ശാന്തത. തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനല്ലേ വിളിച്ചത്? ലക്ഷ്മി മനസ്സിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. അവസാനം അവൾ എഴുന്നേറ്റു. ശബ്ദമുണ്ടാക്കാതെ പിന്നിലെ വാതിൽ തുറന്നു. ഒരു നിമിഷം കാത്തുനിന്നു. ആരെങ്കിലും ഉണർന്നോ? ഇല്ല. വിറപൂണ്ട കാലുകളോടെ അവൾ പുറത്തിറങ്ങി. നേരിയ നാട്ടുവെളിച്ചത്തിൽ മഞ്ഞു നിറഞ്ഞ അന്തരീക്ഷം കണ്ടു. മഞ്ഞിനുള്ളിൽ നിൽക്കുന്നു ഒരാൾ. അവൾ അങ്ങോട്ട് ചെന്നു. ശിവജി. എന്താ താമസിച്ചത്? ശബ്ദത്തിൽ ദേഷ്യമോ പരിഭവമോ? എല്ലാവരും ഉറങ്ങണ്ടായിരുന്നോ? അവൻ അവളുടെ കൈ പിടിച്ചു. വാ. എങ്ങോട്ടാ? കുറച്ച് മാറിയിരിക്കാം. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവൻ അവളെ ചേർത്ത് പിടിച്ച് നടന്നു. ഇവിടെങ്ങാനും ഇരുന്നാൽ പോരെ? അവൾ നിന്നു. പോരാ. അവൻ അവളെ മുന്നോട്ട് നടത്തി.
കണ്ണാരം പുഴയുടെ നേരിയ ഇരമ്പൽ കേട്ടു. അപ്പോഴാണ് തങ്ങൾ വീട്ടിൽ നിന്ന് കുറേയേറെ അകലത്തിലെത്തിയെന്ന് ലക്ഷ്മി അറിഞ്ഞത്. മതി ശിവജി, നമുക്കിവിടെയിരിക്കാം, ലക്ഷ്മി തീർത്തു പറഞ്ഞു. വാ, ഈ പാറപ്പുറത്തിരിക്കാം. അവിടെ ഒരു പരന്ന പാറയുണ്ടായിരുന്നു. ഇരുവരും അവിടെ ഇരുന്നു. ശിവജി പതുക്കെ ലക്ഷ്മിയെ തന്റെ മടിയിലേക്ക് ചായ്ച്ചു കിടത്തി. അവളുടെ മുടിയിലും നെറ്റിയിലും മൂക്കിലും ചുണ്ടത്തുമൊക്കെ അവന്റെ വിരലുകൾ പരതിക്കൊണ്ടിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ ആ മുഖത്തേക്ക് നോക്കി അവൾ നിർവൃതിയിൽ ആണ്ടുകിടന്നു. ശിവജി, ഈ ലോകം അവസാനിക്കുന്നത് വരെ എനിക്കിങ്ങനെ കിടക്കാൻ തോന്നിപ്പോകുന്നു. രാത്രിയിൽ ഇത്രടം വരെ വന്നിട്ട് ചുമ്മാതിങ്ങനെ കിടക്കാനോ? പിന്നില്ലാതെ, അവൾ കുസൃതിയിൽ ചിരിച്ചു. അവൻ അവളെ ഇറുകെ പുണർന്നു. അവൾ തരളിതയാകുകയായിരുന്നു. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവന്റെ മൂക്കിൽ പിടിച്ച് പതുക്കെ വെട്ടിച്ചുകൊണ്ട് അവൾ തിരക്കി. എത്ര കാലമായി പെണ്ണെ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കഴിയുന്നു. അവളെ മടിയിൽ നിന്ന് പാറപ്പുറത്തേക്ക് ചായ്ച്ചു കിടത്തിയിട്ട് അവനും ചേർന്ന് കിടന്നു. അരയിലൂടെ കൈ ചുറ്റി അവളെ ഇക്കിളിപ്പെടുത്തി. പോടാ കള്ള. ആ കൈ മാറ്റുവാൻ അവൾ ദുർബലമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അവൾ അതാഗ്രഹിക്കുന്നുമുണ്ടായിരുന്നു. എന്തിനൊക്കെയോ ഉള്ള വെമ്പൽ. പതുക്കെ പതുക്കെ അവൻ അവളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ലക്ഷ്മി, അവളൊന്ന് മൂളി. ഞാൻ നിന്നെ സ്വീകരിച്ചില്ലെങ്കിൽ നീ എന്തു ചെയ്യും? സ്വീകരിക്കാതിരിക്കില്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനെയൊരു ചോദ്യം? നോക്ക്, എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ വിഷമമാ. എന്നാലും ചുമ്മാ മറുപടി പറഞ്ഞേ. എങ്കിൽ, അവൾ ചിന്തിച്ചു പറഞ്ഞു, ഞാൻ പുഴയിൽ ചാടി ചാകും. അത്രയുള്ളോ? സാരമില്ല. എങ്കിൽ ഞാൻ ഇന്ദ്രേട്ടനോട് പറയും. പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതെന്താ കഴിയാത്തെ? ഞാൻ നിന്നെ അങ്ങ് കൊന്നിരിക്കട്ടെ. അല്ലെങ്കിൽ നിന്നെ ഒത്തിരി കൊതിച്ച ഇത്താപ്പ് മുതലാളിക്കങ്ങ് വിറ്റാലോ? ലക്ഷ്മിയുടെ ഉടലൊന്ന് ഞെട്ടിയത് അവൻ അറിഞ്ഞു. നോക്ക് ശിവജി, തമാശയ്ക്ക് പോലും ഇങ്ങനെ പറയരുത്. എനിക്ക് പേടിയാ. അവൾ അവന്റെ വായ് പൊത്തി. പതുക്കെ അവൻ ആ കൈ എടുത്തു മാറ്റി. ശബ്ദം മാറി. ലക്ഷ്മി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിന്നെപ്പോലെ ഒരു പെണ്ണിനെ കെട്ടാനും മാത്രം തരംതാണ പോയോ ഞാൻ? ശിവജി. ഞെട്ടലോടെ അവൾ ചാടി എഴുന്നേറ്റു. എന്താ ശിവജി പറഞ്ഞത്? സത്യം. അവനും എഴുന്നേറ്റിരുന്നു. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് കരുതിയോ നീ? പിന്നെ? ലക്ഷ്മിയുടെ ശബ്ദം വിറപൂണ്ടു. കൊല്ലാൻ നിന്റെ ഏട്ടനെ. ശിവജി. അതേടി നായേ, ഇക്കാര്യമൊന്നും പക്ഷേ അവൻ അറിയരുത്. അതുകൊണ്ട് നിന്നെ ഞാൻ മറ്റു ചിലർക്ക് കൊടുക്കുക. അപകടം മണത്തറിഞ്ഞ ലക്ഷ്മി പാറയിൽ നിന്ന് താഴേക്ക് ചാടാനാഞ്ഞു. പക്ഷേ പിന്നിൽ നിന്ന് അവൻ അവളെ വട്ടം പിടിച്ചു നിർത്തി. അവൾ കുതറി നോക്കി. വിടടാ നീച. അവൻ വിട്ടില്ല. എന്താ രാത്രിയിലൊരു പിടിയും വലിയും? പെട്ടെന്ന് ഒരു ശബ്ദം. ലക്ഷ്മി ഞെട്ടലോടെ മുന്നോട്ട് നോക്കി. 4-5 പേർ പാറപ്പുറത്തേക്ക് കയറി വരുന്നു. മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ അവൾ അവരെ കണ്ടു. മുന്നിൽ വരുന്നത് ഇത്താപ്പവും സുഗുണൻ ചിറ്റപ്പനുമാണ്. ലക്ഷ്മി തരിച്ചു നിന്നുപോയി. ശിവജി, നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേടാ? കുതറിക്കൊണ്ട് ലക്ഷ്മി ചീറി. അതേടി, നിനക്കിപ്പോഴും സംശയമോ? ശിവജി ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവളെ ഇത്താപ്പുവിന് നേരെ തള്ളി. ഇതാ മുതലാളി, ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇത്താപ്പു അവളെ കെട്ടിപ്പിടിച്ചു. നിന്നെ കണ്ട നിമിഷം മുതൽ തുടങ്ങിയ മോഹമാടിയത്. ഒരിക്കൽ നീ രക്ഷപ്പെട്ടുപോയി. പക്ഷെ ഇനി അതുണ്ടാകില്ല. ധു. അവൾ അയാളുടെ മുഖത്ത് കാറി തുപ്പി. മര്യാദയ്ക്ക് എന്നെ വിട്ടോ, അല്ലെങ്കിൽ എന്റെ ഏട്ടൻ നിന്നോട് ഇതിന് കണക്ക് തീർക്കും. ഇടം കൈകൊണ്ട് ഇത്താപ്പു മുഖത്തെ തുപ്പൽ തുടച്ചു. പിന്നെ അവളുടെ മുഖമടക്കം ഒറ്റയടി. പട്ടിച്ചി, അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേടി എന്നെ കൊല്ലുന്നത്? വട്ടം കറങ്ങി ലക്ഷ്മി പാറയിലേക്ക് മറിഞ്ഞു. അവളുടെ ശരീരത്തിലേക്ക് ഇത്താപ്പവും ചാഞ്ഞു. പുച്ഛത്തോടെ ശിവജി തിരിഞ്ഞു നടന്നു. സുഗുണൻ ഉൾപ്പെടെയുള്ളവർ പാറയ്ക്ക് ചുറ്റും കരുതലോടെ നിന്നു. ആഗ്രഹിച്ചതൊന്നും എനിക്ക് കൈവിട്ടു പോയിട്ടില്ലടി. ഇത്താപ്പു ലക്ഷ്മിയുടെ വസ്ത്രങ്ങൾ വലിച്ചഴിക്കാൻ ഭാവിച്ചു. എന്നാൽ വന്യമായ ഒരു ശക്തിയോടെ അയാളെ ചവിട്ടിമറിച്ചിട്ട് അവൾ ചാടി എഴുന്നേറ്റു. പാറയിൽ നിന്ന് താഴേക്ക് ചാടി. സുഗുണൻ അവളുടെ സാരിയിൽ കയറി പിടിച്ചു. അന്തരീക്ഷത്തിൽ ലക്ഷ്മി ഒന്ന് വട്ടം കറങ്ങി. സാരി അഴിഞ്ഞു സുഗുണന്റെ കയ്യിലിരുന്നു. ലക്ഷ്മി താഴേക്ക് മറിഞ്ഞു, ഒരു കല്ലിന് മുകളിലേക്ക്. അവളുടെ അലർച്ച ശശിമല കുന്നിൽ തട്ടി പ്രതിധ്വനിച്ചു. ചാടി എണീറ്റ ഇത്താപ്പു ആരോ തെളിച്ച ടോർച്ചിന്റെ വെളിച്ചത്തിൽ അത് കണ്ടു. തല പിളർന്നു കിടക്കുന്ന ലക്ഷ്മി. തുടരും.